കൊള്ളൂല മടി കേട്ടാ. Please. Surumi, mute you. Please mute you. Then where are mute ചെയ്യാത്തത്? എല്ലാവരും മ്യൂട്ട് ചെയ്തോളൂ. അപ്പൊ എല്ലാവരും ഹാപ്പി ആൻഡ് സേഫ് ആയിട്ടിരിക്കല്ലേ? മഴയുണ്ടോ അവിടെയൊക്കെ? ഇല്ല. നല്ല മഴ. ഇവിടെയും നല്ല മഴയാണ്. അപ്പൊ എന്റെ പേര് ശരണ്യ. ക്ലിയർ ആണോ? ക്ലിയർ ആണ്. ഓക്കെ. ഫസ്റ്റ് ക്ലാസ് ആണ് ഇന്നത്തെ അല്ലേ? അതെ. എല്ലാവർക്കും എന്താണ് ഒരു എക്സൈറ്റ്മെന്റ് ആയിരിക്കും. എന്താണ് മോണ്ടിസോറി കോഴ്സ് എന്ന് അറിയാനായിട്ട്, അല്ലെ അതിന്റെ ഡീറ്റെയിൽസ് അറിയാനായിട്ട് എല്ലാവരും എക്സൈറ്റഡ് ആയിരിക്കും. അങ്ങനെയാണോ? അതെ. ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് ഈ കോഴ്സ് നിങ്ങൾ എടുത്ത് പഠിച്ച് നല്ലൊരു ടീച്ചർ ആകാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് വിഷ് ചെയ്തുകൊണ്ട് നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ നമുക്കറിയാം എന്താണ് മോണ്ടിസോറി എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ ടീച്ചിങ് മെത്തേഡ് ആണ് അല്ലെ? കുട്ടികളെ ബാക്കി എല്ലാവരും മ്യൂട്ട് ചെയ്തോളൂ. നിങ്ങൾ ആരൊക്കെ മ്യൂട്ട് ചെയ്യാത്തത്? ജോമോൾ മ്യൂട്ട് ചെയ്യൂ. സാനിയ മ്യൂട്ട് ചെയ്യൂ. ഓക്കെ. അപ്പൊ എന്താണ് മോണ്ടിസോറി ടീച്ചിങ് മെത്തേഡ് എന്ന് പറയുന്നത്? നമ്മൾ എങ്ങനെയാ പഠിച്ചു വന്നത്? നമ്മൾ ഫോളോ ചെയ്തിരുന്ന മെത്തേഡ് എങ്ങനെയാണ്? നമ്മളിപ്പോ മെജോറിറ്റി ആൾക്കാരും ഒരു ട്രഡീഷണൽ മെത്തേഡിലൂടെയാണ് പഠിച്ചു വന്നിരിക്കുന്നത് അല്ലേ? എങ്ങനെയായിരുന്നു ട്രഡീഷണൽ മെത്തേഡിന്റെ പ്രത്യേകത? എന്തൊക്കെയായിരുന്നു? മോണ്ടിസോറി അറിയുന്നതിന് മുൻപ് നമ്മൾ ട്രഡീഷണൽ മെത്തേഡ് പരിചയപ്പെടണം അല്ലേ? നമ്മളെല്ലാം ഫോളോ ചെയ്ത് വന്നിരുന്നത്, പഠിച്ചു വന്നിരുന്നത് ആ രീതിയിലാണ്. എന്തൊക്കെയായിരുന്നു ട്രഡീഷണൽ മെത്തേഡിന്റെ പ്രത്യേകതകള്? നമ്മൾ പഠിച്ചു വന്ന രീതി എങ്ങനെയായിരുന്നു? അധ്യാപകര് പഠിപ്പിക്കും, നമ്മളതനുസരിച്ച് പഠിക്കുക. അവര് സിലബസ് പ്രൊവൈഡ് ചെയ്യും, നമ്മൾ പഠിക്കും അല്ലെ? നമ്മളത് എങ്ങനെയാ പഠിച്ചിരുന്നത്? മനസ്സിലാക്കിയാണോ മിക്കവരും പഠിച്ചിരുന്നത്? ജസ്റ്റ് അത് ബൈ ഹാർട്ട് ചെയ്യും അല്ലെ? അവരെന്താണോ പ്രൊവൈഡ് ചെയ്യുന്നത് അത് നമ്മൾ ബൈ ഹാർട്ട് ചെയ്യും. ആ രീതിയാണ് നമ്മൾ ഫോളോ ചെയ്തിരുന്നത്. പിന്നെന്താണ് ട്രഡീഷണൽ മെത്തേഡ് അല്ലെങ്കിൽ ട്രഡീഷണൽ ക്ലാസ് റൂം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലേക്ക് ഓർമ്മ വരുന്നത് എന്താ? ഒരു ബ്ലാക്ക് ബോർഡ് ആയിരിക്കും. അങ്ങനെയാണോ എല്ലാവർക്കും? ബ്ലാക്ക് ബോർഡ്, ബെഞ്ച്, ഡെസ്ക്, ഇത്തരത്തിലുള്ള കാര്യങ്ങളായിരിക്കും നമുക്ക് ഫസ്റ്റ് എന്താണ് മനസ്സിലേക്ക് ഓടി വരുന്നത്. അങ്ങനെയാണോ? അതെ. പിന്നെ എന്തൊക്കെ കാര്യങ്ങളാ? പിന്നെ ഹോംവർക്ക് ഉണ്ടാവും. അതെ, ഹോംവർക്ക് ഉണ്ടായിരിക്കും അല്ലേ? സ്കൂളിൽ പഠിക്കുന്നത് കൂടാതെ തന്നെ വീട്ടിൽ വന്നിരുന്ന് ചെയ്യാനായിട്ട് ധാരാളം ഹോംവർക്ക് ഉണ്ടായിരിക്കും. എല്ലാ സബ്ജക്റ്റിന്റെയും ഹോംവർക്കുകൾ ഉണ്ടായിരിക്കും. പിന്നെ എന്തൊക്കെയായിരുന്നു? പിന്നെ ക്വസ്റ്റ്യൻ ചോദിക്കും പിറ്റേ ദിവസം വരുമ്പോ. ചെറിയ ടെസ്റ്റ് പേപ്പർ ഉണ്ടാവും. ടെൻഷൻ ഉണ്ടായിരിക്കും അല്ലെ? എല്ലാവർക്കും, എല്ലാ കുട്ടികൾക്കും എക്സാമിന് ആയിക്കോട്ടെ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ദിവസങ്ങളിൽ നല്ല ടെൻഷൻ ഉണ്ടായിരിക്കും അല്ലേ? ഓക്കെ. ആരാണ് സ്ക്രീൻ പ്ലേ? എന്തോ അസൈൻമെന്റ്സ്, പ്രോജക്റ്റ് ഉണ്ടാവും വെക്കേഷൻ ടൈമിലൊക്കെ. പ്രോജക്റ്റ് ഉണ്ടായിരിക്കും. ഓക്കെ. പിന്നെ റൈംസ്, സ്റ്റോറീസ്. റൈംസ്, സ്റ്റോറീസ് അതൊക്കെ ഉണ്ട്. പിന്നെ എന്തൊക്കെയായിരുന്നു മെയിൻ ആയിട്ട്? ഇത് നിങ്ങൾക്ക് ട്രഡീഷണൽ ക്ലാസ് റൂം എന്ന് പറയുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ഓർമ്മ വരുന്നത്? ബ്ലാക്ക് ബോർഡിന്റെ കാര്യം പറഞ്ഞു അല്ലേ? ധാരാളം പോർഷൻസ് നമുക്ക് പഠിക്കാനുണ്ടായിരിക്കും. നമ്മൾ എന്താ അത് ബൈ ഹാർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്? നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ള സബ്ജക്റ്റ് ആണോ നമ്മൾ പഠിച്ചിരുന്നത്? ആണോ? നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ള ടോപ്പിക് സെലക്ട് ചെയ്താണോ നമ്മൾ പഠിച്ചിരുന്നത്? അല്ല, എല്ലാ സബ്ജക്റ്റും ഉണ്ടാവും.
എല്ലാ സബ്ജക്റ്റും നമ്മൾ പഠിക്കണം. ടീച്ചർ എന്താണോ പ്രൊവൈഡ് ചെയ്യുന്നത് അത് നമ്മൾ പഠിച്ചിരിക്കണം. വേറെന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? വർക്കുകൾ ഉണ്ടാവും, ധാരാളം വർക്കുകൾ ഉണ്ടായിരിക്കും ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പൊ ഇതിൽ നിന്നൊക്കെ പിന്നെ വേറൊരു കാര്യം, ഓക്കെ, മറ്റൊരു കാര്യം എന്താണ്? അഞ്ജു മ്യൂട്ട് ചെയ്യൂ. ഓക്കെ, ആരെങ്കിലും ഒരാൾ അൺമ്യൂട്ട് ചെയ്താ ബാക്കിയുള്ളവർക്ക് അത് ക്ലിയർ ആയിട്ട് കേൾക്കില്ല. ഓക്കെ, അപ്പൊ പിന്നെ ടീച്ചർ എല്ലാവരെയും ഒരേപോലെയാണോ, ഈക്വൽ ആയിട്ടാണോ കൺസിഡർ ചെയ്തിരുന്നത്? അല്ല അല്ല അല്ല. പാർഷ്യാലിറ്റി ഉണ്ടായിരുന്നു അവിടെ അല്ലേ? പഠിക്കുന്ന കുട്ടികളോട് ഒരു പ്രത്യേക ഇഷ്ടം ഉണ്ടായിരുന്നു അല്ലേ? ആക്ടിവിറ്റീസ് കുട്ടികളോട് ഒരു പ്രത്യേക ഇഷ്ടം ഉണ്ടായിരുന്നു, അങ്ങനെയല്ലേ? എന്തോ കമ്പാരിസൺ നടത്തുമായിരുന്നു ഹൈ കാലിബർ കുട്ടികളും മറ്റേ കുട്ടികളുമായിട്ട്. അങ്ങനെ കമ്പാരിസൺ നടത്തുമായിരുന്നു അല്ലേ? അപ്പൊ മോണ്ടിസോറിയുടെ പ്രത്യേകത എന്താണ്? അതിനു മുൻപ് കുട്ടികൾ എങ്ങനെയുള്ളവരാണ്? എല്ലാവർക്കും ഒരേ IQ ലെവലാണോ? ഒരേ ഇൻട്രസ്റ്റ് ഉള്ളവരാണോ? പല ചാലഞ്ചുകൾ കാണും. കുട്ടികള് എങ്ങനെയാണ്? പല അഭിരുചികളുള്ളവരുണ്ടായിരിക്കാം അല്ലേ? ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് വ്യത്യസ്തമായിരിക്കാം, താല്പര്യങ്ങൾ ഇൻട്രസ്റ്റ് വ്യത്യസ്തമായിരിക്കാം, ഈവൻ അവരുടെ IQ ലെവൽ വരെ എന്താണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള കുട്ടികളെ ഒരേപോലെയാണോ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്? അല്ല. ഓരോ കുട്ടികൾക്കും ഏതിലാണോ കഴിവ് ആ രീതിയിലുള്ള സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള ടീച്ചിങ് മെത്തേഡ്സ് അല്ലെങ്കിൽ ആക്ടിവിറ്റീസ് ആയിരിക്കണം ഒരു ടീച്ചർ പ്രൊവൈഡ് ചെയ്യേണ്ടത്. ഓക്കെ, അവർക്ക് ഇൻഡിവിജ്വൽ അറ്റൻഷൻ മസ്റ്റ് ആയിട്ടും പ്രൊവൈഡ് ചെയ്യണം. ഓക്കെ, ഇപ്പൊ നമ്മൾ സാധാരണ ട്രഡീഷണൽ മെത്തേഡിൽ എങ്ങനെയായിരുന്നു? ടീച്ചർ വരും, എന്താണ് ഇപ്പൊ മാത്സ് ഇഷ്ടമില്ലാത്ത പിള്ളേരുണ്ടാകാം അല്ലേ? ഒത്തിരി പിള്ളേർക്ക് മാത്സ് ഇഷ്ടമല്ല അല്ലേ? അപ്പൊ അത്തരത്തിലുള്ള കുട്ടികൾക്ക് ഒരു അഡീഷൻ പ്രോബ്ലം, ഒരു പ്രോബ്ലം സോൾവിങ് കൊടുത്താൽ അവർ ചെയ്യുമോ? അവർക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാവും അത്തരം കാര്യങ്ങൾ ചെയ്യാനായിട്ട്? അപ്പൊ മോണ്ടിസോറി എങ്ങനെയാണ് സാധാരണ നമ്മൾ ചെയ്യേണ്ടത്? എങ്ങനെയാണ്? ഇത് ഫസ്റ്റ് മ്യൂട്ട് ചെയ്യൂ ആരതി, മ്യൂട്ട് ചെയ്യൂ ആരതി, മ്യൂട്ട് ചെയ്യടാ. ഓക്കെ, അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഫസ്റ്റ് തന്നെ ഈ കുട്ടികൾക്ക് എന്ത് ചെയ്യണം? നമ്പറിനെ ഒരു പരിചയപ്പെടുത്തണം വേണ്ടേ? നമ്പറിനോട് ഒരു ഇഷ്ടം വേണം അല്ലേ? അതെങ്ങനെയൊക്കെ പഠിപ്പിക്കാം? നമുക്ക് ആക്ഷൻസ് ഉണ്ട്, ആക്ടിവിറ്റീസുകൾ ഉണ്ട്. ഇതിലൂടെ ഫസ്റ്റ് നമുക്ക് കുട്ടികളെ നമ്പറുമായിട്ട് ഒരു പരിചയം ഉണ്ടാക്കിയെടുക്കണം. ഓക്കെ, അതിനുശേഷം വേണം നെക്സ്റ്റ് ലെവലിലോട്ട് പോകാനായിട്ട്. ഓക്കെ, ആ രീതിയാണ് മോണ്ടിസോറി എൻവയോൺമെന്റ് എന്താണ് ഫോളോ ചെയ്യുന്നത്, അല്ലെങ്കിൽ മോണ്ടിസോറി ക്ലാസ് റൂം ഫോളോ ചെയ്യുന്നത് ഈ രീതിയിലാണ്. ഓരോ കുട്ടികളുടെയും ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ്, അവരുടെ താല്പര്യം എന്താണോ എന്ന് മനസ്സിലാക്കി ആ രീതിയിലാണ് ആക്ടിവിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ക്ലിയർ ആണോ? അപ്പൊ മോണ്ടിസോറി എന്ന് പറയുന്നത് എങ്ങനെയാണ്? ചൈൽഡ് സെന്റേർഡ് മെത്തേഡ് ആണ്. അതായത് കുട്ടിക്ക് കൂടുതൽ അവരുടെ നീഡ്സ് എന്താണ്, അവരുടെ താല്പര്യങ്ങൾ എന്താണ്, അവരുടെ ഇൻട്രസ്റ്റ് എന്താണ്, അതിനെ ബേസ് ചെയ്തിട്ടാണ് കുട്ടികൾക്ക് ആക്ടിവിറ്റീസ് കൊടുക്കുന്നത്. പക്ഷെ ട്രഡീഷണൽ എങ്ങനെയായിരുന്നു? ടീച്ചർ സെന്റേർഡ് മെത്തേഡ് ആണ് അല്ലേ? ടീച്ചറിന് എന്താണോ പഠിപ്പിക്കേണ്ടത് അതാണ് അവർ പഠിപ്പിച്ചിരുന്നത്, റൈറ്റ്? പക്ഷെ മോണ്ടിസോറി എൻവയോൺമെന്റിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? കുട്ടികളുടെ താല്പര്യങ്ങൾ അതിനാണ് മുൻഗണന നൽകിയിരുന്നത്. ഓക്കെ, അതിനെ ബേസ് ചെയ്തിട്ടാണ് ആക്ടിവിറ്റീസ് കൊടുത്തിരുന്നത്. ഓക്കെ, പിന്നെ മോണ്ടിസോറിയിൽ ധാരാളം അപ്പാരറ്റസുകൾ യൂസ് ചെയ്യുന്നുണ്ട്. പിങ്ക് ടവർ, ഏതെങ്കിലും അപ്പാരറ്റസ് കേട്ടിട്ടുണ്ടോ? പിങ്ക് ടവർ ഒരു അപ്പാരറ്റസ് ആണ്. മോണ്ടിസോറി എൻവയോൺമെന്റിൽ കുട്ടികൾക്ക് വേണ്ടി ആക്ടിവിറ്റീസിന് വേണ്ടി യൂസ് ചെയ്യുന്ന ടൂൾസുകളെയാണ് അപ്പാരറ്റസ് എന്ന് പറയുന്നത്. ഓക്കെ, പിങ്ക് ടവർ ഉണ്ട്. ഓക്കെ, ബിൽഡിംഗ് ബ്ലോക്സ് കേട്ടിട്ടില്ലേ? അതേപോലെ തന്നെ സാൻഡ് പേപ്പർ നമ്പേഴ്സ്, സാൻഡ് പേപ്പർ ലെറ്റേഴ്സ് പോലുള്ള അപ്പാരറ്റസുകൾ മോണ്ടിസോറി എൻവയോൺമെന്റിൽ ഉണ്ടായിരിക്കും. പിന്നെ മറ്റൊരു പ്രത്യേകത എന്താണ്? അത് ഏത് സെലക്ട് ചെയ്യണമെന്നുള്ള ഫ്രീഡം, ഓക്കെ, ചോയ്സ് ആ കുട്ടികൾക്ക് കൂടുതലാണ്. ക്ലിയർ ആണോ? ഏത് ആക്ടിവിറ്റി ചെയ്യാനാണ് കുട്ടികൾക്ക് ഇൻട്രസ്റ്റ് ആ ആക്ടിവിറ്റി സെലക്ട് ചെയ്യാനുള്ള ഫ്രീഡം മോണ്ടിസോറി എൻവയോൺമെന്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കാര്യങ്ങൾ പറഞ്ഞു. മോണ്ടിസോറി എൻവയോൺമെന്റ് അല്ലെങ്കിൽ മോണ്ടിസോറി ആ ടീച്ചിങ് മെത്തേഡിന്റെ ഫൗണ്ടർ ആരായിരുന്നു?
മരിയ മോണ്ടിസോറി. മരിയ മോണ്ടിസോറിയാണ് ഈ ഒരു ടീച്ചിങ് സിസ്റ്റം കൊണ്ടുവന്നത്. ഓക്കെ, അപ്പൊ അവരുടെ ഫസ്റ്റ് സ്കൂളാണ് കസാദി ബാംബിനി എന്ന് പറയുന്ന ഇറ്റലിയിലുള്ള കസാദി ബാംബിനിയിലാണ് ഫസ്റ്റ് എന്ത് ചെയ്തത്? മരിയ മോണ്ടിസോറി അവിടെ എത്തിയ കുട്ടികൾക്കാണ് ഇത്തരത്തിലുള്ള ആക്ടിവിറ്റീസുകൾ നൽകി തുടങ്ങിയത്. ഓക്കെ, അപ്പൊ ഇത്തരത്തിലുള്ള ആക്ടിവിറ്റീസിൽ എൻഗേജ്ഡ് ആകുന്ന കുട്ടികൾ അവരുടെ കോൺസെൻട്രേഷൻ പവർ ആയിക്കോട്ടെ, അവരുടെ സ്കില്ലുകൾ, പലതരത്തിലുള്ള സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്യാനായിട്ട് തുടങ്ങി. ഓക്കെ, അപ്പൊ ഇന്ത്യയിലെ മിക്ക സ്കൂളുകളും ഇപ്പൊ എങ്ങനെയാണ് മോണ്ടിസോറിയ ടീച്ചിങ് മെത്തേഡ് ഫോളോ ചെയ്യുന്നുണ്ട്. ക്ലിയർ ആണോ? എക്സാമ്പിൾ കാണിച്ചു തരാം. ഇപ്പൊ നമ്മുടെ ട്രഡീഷണൽ മെത്തേഡ്സിലായിരുന്നെങ്കിൽ നമ്മൾ എങ്ങനെയാണ് നമ്മൾ ഷേപ്സ് പഠിപ്പിച്ചിരുന്നത്? എങ്ങനെയാണ് ഷേപ്സ് ആയിക്കോട്ടെ, കളേഴ്സ് ആയിക്കോട്ടെ, ഇതൊക്കെ എങ്ങനെയാ പഠിപ്പിച്ചിരുന്നത്? ബോർഡിൽ വരച്ചു കാണിച്ചു. ബോർഡിൽ വരച്ചു തരും, അല്ലെങ്കിൽ എന്താണ് ടീച്ചർ വരും, എന്താണ് ടെക്സ്റ്റ് ബുക്ക് ഓപ്പൺ ചെയ്യും, ആ പേജ് നമ്പർ എടുക്കും, അതിലുള്ള പിക്ചേഴ്സ് കാണിച്ചു തരും, ഒരു എക്സാമ്പിൾ പറഞ്ഞു തരും. ഇതായിരുന്നു, ഇങ്ങനെയായിരുന്നു നിങ്ങൾക്ക്? അതെ, നമ്മൾ പഠിച്ചു വന്നത് ആ രീതിയിലാണ്. പക്ഷെ മോണ്ടിസോറി എൻവയോൺമെന്റിൽ നമ്മൾ പറഞ്ഞു ധാരാളം അപ്പാരറ്റസുകൾ ഉണ്ടെന്ന്, അല്ലേ? അപ്പോ എന്താണ്, കുട്ടികൾക്ക് എളുപ്പത്തില് ലെറ്റേഴ്സ് പഠിക്കാനായിട്ട് സാൻഡ് പേപ്പർ ലെറ്റേഴ്സ് ഉണ്ട്. അതൊരു ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം, ഡിഫറെന്റ് മോണ്ടിസോറിയിൽ യൂസ് ചെയ്യുന്ന അപ്പാരറ്റസുകൾ ഏതൊക്കെയാണെന്ന്. ഓക്കെ, ഇപ്പൊ ഒരു നോക്കൂ, കണ്ടോ? ക്ലിയർ ആണോ? എന്തൊക്കെയാണ് ഡിഫറെന്റ് ഷേപ്സുകൾ ഞാൻ പഠിച്ചിട്ടുണ്ട്. സർക്കിൾ ഉണ്ട്, ട്രയാങ്കിൾ ഉണ്ട്, സ്ക്വയർ ഉണ്ട്, ഡിഫറെന്റ് ഷേപ്സുകൾ വരച്ചിട്ടുണ്ട്. ഓക്കെ, ക്ലിയർ ആണോ? ഇങ്ങനെ ഒരു കാണുന്നില്ല. കാണുന്നുണ്ടോ? കാണാൻ വയ്യ. മാം കാണുന്നില്ല, ഒന്നും കാണുന്നില്ല. കാണുന്നുണ്ടോ? കാണുന്നുണ്ട് കേട്ടോ. എന്താ ചെയ്യേണ്ടത്? ഇതിന്റെ ആക്ടിവിറ്റീസ് മ്യൂട്ട് ചെയ്യൂ. മ്യൂട്ട് ചെയ്യൂ. ഗോപിക. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഒരു ആക്ടിവിറ്റീസ് ആണ് ആ കുട്ടികൾക്ക് കൊടുക്കുന്നതെങ്കിൽ നമ്മൾ ഒരു ആക്ടിവിറ്റി കൊടുക്കണം. എന്ത് പറയണം? ഒരു സെയിം എന്താണ് ഷേപ്സുകളെ തമ്മിൽ ജോയിൻ ചെയ്യാനായിട്ട് പറയണം. ഓക്കെ, അപ്പൊ കുട്ടികൾ ഒരു ഷേപ്പ് നോക്കി, ഓക്കെ സർക്കിൾ നോക്കി, അതേ ഷേപ്പിലുള്ള വേറൊരു ഒബ്ജക്റ്റിനെ കണ്ടെത്തി അതിലോട്ട് എന്ത് ചെയ്യണം? ജോയിൻ ചെയ്യണം. ഓക്കെ, ഇങ്ങനെ ഒരു ആക്ടിവിറ്റീസ് കൊടുക്കുമ്പോൾ, ഇത്തരത്തിലൊരു ആക്ടിവിറ്റീസ് കൊടുക്കുമ്പോൾ കുട്ടികൾക്ക് ഇൻട്രസ്റ്റ് കൂടുതലായിരിക്കും, അല്ലേ? കുട്ടികൾക്ക് കളേഴ്സിനോടായിക്കോട്ടെ, ഇത്തരത്തിലുള്ള ഒബ്ജക്ട്സിനോടായിക്കോട്ടെ ഇൻട്രസ്റ്റ്, താല്പര്യം വളരെ കൂടുതലാണ്. അപ്പൊ ഈ ഒരു ആക്ടിവിറ്റിയിൽ നിന്ന് എന്തൊക്കെ കാര്യങ്ങൾ കുട്ടികൾക്ക് പഠിക്കാനായിട്ട് കഴിയുന്നുണ്ട്? ഈ ഒരൊറ്റ ആക്ടിവിറ്റിയിൽ നിന്ന് എന്തൊക്കെ കാര്യങ്ങളാണ് കുട്ടികൾക്ക് പഠിക്കാനായിട്ട് കഴിയുന്നത്? ഓക്കെ, ഗോപിക ആക്ടിവിറ്റീസ് ഇതിൽ നിന്നും പഠിപ്പിക്കാം. എന്തൊക്കെ പഠിക്കാൻ പറ്റും കുട്ടികൾക്ക്? ഈ ഒരൊറ്റ ആക്ടിവിറ്റിയിൽ നിന്ന് എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കാം? ഷേപ്സ് പഠിക്കാൻ പറ്റും, കളേഴ്സ് പഠിക്കാൻ പറ്റും, പിന്നെ കളേഴ്സ് പഠിക്കാം. ഉണ്ടോ? ഷേപ്സ് പഠിക്കാം, ഷേപ്സ് പഠിക്കാം, കളർ പഠിക്കാം, പിന്നെന്താണ് കൗണ്ട് ചെയ്യാനായിട്ട് പഠിക്കാൻ പറ്റില്ലേ? കൗണ്ട് ചെയ്യാനായിട്ട് കൗണ്ട് ചെയ്യാനും പഠിക്കാൻ പറ്റും. സർക്കിൾ എത്രയുണ്ട്, സ്ക്വയർ എത്രയുണ്ട്, അങ്ങനെ നമ്പേഴ്സ് പഠിക്കാൻ പറ്റും. പിന്നെ ജോയിൻ ചെയ്യാൻ പഠിക്കാം. പഠിക്കുന്നുണ്ട്. അപ്പൊ ഒരു പെൻസിൽ അവരെന്താണ് ഹോൾഡ് ചെയ്യാനായിട്ട് ആദ്യം പഠിക്കണം, അല്ലേ? അപ്പൊ എന്താണ് ഇങ്ങനെ ജോയിൻ ചെയ്യാനായിട്ട് കുട്ടികൾ പഠിക്കുന്നുണ്ട്. അപ്പൊ അവരുടെ ഫൈൻ മോട്ടോർ സ്കിൽസ്, നമ്മുടെ വിരലുകളുടെ തുമ്പിലുള്ള മസിൽസ് ആണ് ഫൈൻ മോട്ടോർ സ്കിൽസ് എന്താണ് ഡെവലപ്പ് ആകുന്നുണ്ട്. ക്ലിയർ ആണോ? അപ്പൊ ഈ ഒരൊറ്റ ആക്ടിവിറ്റിയിൽ നിന്നും കുട്ടികൾക്ക് പലതരം കാര്യങ്ങൾ പഠിക്കാനായിട്ട് കഴിയുന്നുണ്ട്. ക്ലിയർ ആണോ? അപ്പൊ എങ്ങനെയാണ്? ഓക്കെ, മോണ്ടിസോറി എന്ന് പറയുന്നത് ബേസിക്കലി എന്താണ്? ലേണിംഗ് ത്രൂ ആക്ടിവിറ്റീസ്, ആക്ടിവിറ്റീസിലൂടെ പഠിപ്പിക്കുക എന്നതാണ് മോണ്ടിസോറിയിലെ ഒരു മെത്തേഡ്, ഒരു രീതി എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണോ?
അപ്പൊ മോണ്ടിസോറി നിങ്ങളുടെ മുന്നിലിരിക്കണം, നിങ്ങൾ നാളെ ഇതൊക്കെ പഠിച്ചെന്നാണ് ഒരു സ്കൂളിലെത്തും. അപ്പൊ നിങ്ങളുടെ മുന്നിലിരിക്കുന്ന എല്ലാ സ്റ്റുഡൻസും എങ്ങനെയാണ്? പ്രത്യേകം അല്ലേ, അവർക്ക് ഓരോരുത്തർക്കും എന്താണ് വ്യത്യസ്തമായിട്ടുള്ള കഴിവുകളായിരിക്കും, താല്പര്യങ്ങളായിരിക്കും. അപ്പോ എല്ലാവരെയും ഒരേപോലെ അല്ല കൺസിഡർ ചെയ്യേണ്ടത്. അവർക്ക് അവരുടെ കഴിവിനനുസരിച്ചുള്ള ആക്ടിവിറ്റീസ് പ്രൊവൈഡ് ചെയ്യണം. ഇൻഡിവിജ്വൽ അറ്റൻഷനും പ്രൊവൈഡ് ചെയ്യേണ്ടത് എന്താണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ. പിന്നെ നമ്മുടെ മോണ്ടിസോറിയിലെ ടീച്ചർ എന്ന് പറയുന്നത്, നമ്മുടെ ട്രഡീഷണൽ മെത്തേഡിലെ ടീച്ചർ എങ്ങനെയായിരുന്നു? നല്ല സ്ട്രിക്റ്റ് ആയിട്ടുള്ള, എല്ലാത്തിലും നമ്മൾ അസിസ്റ്റ് ചെയ്യുന്ന അല്ലേ? എങ്ങനെയായിരുന്നു ടീച്ചർ? സ്ട്രിക്റ്റ് ആയിരുന്നു. ഹോംവർക്ക് അതുപോലെ ക്വസ്റ്റ്യൻ ചോദിക്കും. തല്ലും അല്ലെ? വടി പിടിക്കുക മാത്രമാണോ ചെയ്യുന്നത്? ഹോംവർക്കും തരും, ഇമ്പോസിഷൻ തരും. ഓക്കെ ഇമ്പോസിഷൻ തരും അല്ലേ? പിന്നെ എന്തൊക്കെയാണ്? റീഡ് ചെയ്യിക്കും. റീഡ് ചെയ്യിക്കും. പിന്നെ ചോദിച്ചിട്ട് പറഞ്ഞില്ലെങ്കിൽ എഴുന്നേറ്റ് നിർത്തും. അങ്ങനെ പണിഷ്മെന്റ് ഉണ്ടായിരുന്നു അല്ലേ? തല്ലുന്നുണ്ട്, എന്തോ ടീച്ചേഴ്സ് ഉണ്ടായിരുന്നു. ഓക്കെ. ഫ്രീ ആയിട്ട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. നല്ല പഠിക്കണ ഒരു കുട്ടീനാവും ടീച്ചർ എല്ലാ കാര്യത്തിനും ഏൽപ്പിക്കുക. ഹോംവർക്ക് ഒക്കെ ചെയ്യും. കുറച്ചുകൂടി എന്താണ് താല്പര്യം കൂടുതലായിരിക്കും അത്തരം ടീച്ചേഴ്സിന്. പക്ഷെ മോണ്ടിസോറിയിലെ ടീച്ചർ എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഒരു ഫെസിലിറ്റേറ്റർ ആണ്. നമ്മൾ എല്ലാത്തിലും ആ കുട്ടി അസിസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഓക്കെ, നമുക്ക് ആക്ടിവിറ്റീസ് കൊടുക്കാം. ഓക്കെ, അതിൽ ജസ്റ്റ് ഫെസിലിറ്റേറ്റർ ആയിട്ട് നിന്നാൽ മാത്രം മതി. ജസ്റ്റ് ഒരു ഒബ്സർവർ മാത്രമാണ് മോണ്ടിസോറി ടീച്ചർ എന്ന് പറയുന്നത്. അവർക്ക് എന്താണോ ആവശ്യം, ആ ആവശ്യങ്ങൾ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്ന, ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്ന ഒരു ഫെസിലിറ്റേറ്റർ ആണ് മോണ്ടിസോറി ടീച്ചർ എന്ന് പറയുന്നത്. നമ്മുടെ ട്രഡീഷണൽ മെത്തേഡിലെ പോലെ എന്താണ് എല്ലാത്തിനും കുട്ടികൾ അസിസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഓക്കെ, പണിഷ്മെന്റ് ചെയ്യേണ്ട കാര്യമില്ല. എന്ന് പറയുന്നത് ക്ലിയർ ആണോ? അപ്പൊ നിങ്ങളുടെ മുന്നിലിരിക്കുന്ന എല്ലാ ടീച്ചേഴ്സിനെയും, സ്റ്റുഡൻസിനെയും, കുട്ടികളെയും എങ്ങനെയാണ് നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ടത്? ഈക്വൽ ആയിട്ട് കൺസിഡർ ചെയ്യണം. ഇൻഡിവിജ്വൽ അറ്റൻഷൻസും ഓരോ കുട്ടിക്കും അവരുടെ കഴിവ് മനസ്സിലാക്കി ആ രീതിയിലുള്ള ആക്ടിവിറ്റീസുകളായിരിക്കണം പ്രൊവൈഡ് ചെയ്യേണ്ടത്. ഇപ്പൊ ഒരു കുട്ടി ഒരു പിങ്ക് ടവർ, ബിൽഡിംഗ് ബ്ലോക്സ് കണ്ടിട്ടില്ലേ? ഇങ്ങനെ അറേഞ്ച് ഓർഡറിന്റെ ബേസിൽ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെക്കുന്ന ആ ഒരു ആക്ടിവിറ്റിയാണ് ആ കുട്ടി ചെയ്യുന്നതെങ്കിൽ നമ്മുടെ സാധാരണ ട്രഡീഷണൽ മെത്തേഡിലാണെങ്കിൽ എന്താ ചെയ്യുന്നത് ടീച്ചർ? തനിയെ ചെയ്യാൻ വഴക്ക് പറയും, എന്തെങ്കിലും ചെയ്യുന്നതെന്ന് ചോദിക്കും. പിന്നെന്ത് ചെയ്യും? ഡീമോട്ടിവേറ്റ് ചെയ്യും. വെരി ഗുഡ് അല്ലേ? എപ്പോഴും നമ്മളിങ്ങനെ അസിസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇത് വെക്കൂ, ഇത് വെക്കൂ, ഇങ്ങനെ അല്ലേ? ആദ്യം വലുത് വെക്കൂ, ചെറുത് വെക്കൂ, അങ്ങനെയല്ലേ ടീച്ചേഴ്സ്? എന്താണ് ജസ്റ്റ് സ്വയം ഓക്കെ അവർ ചെയ്ത് പഠിക്കട്ടെ. ആയിട്ടായിരിക്കണം കുട്ടികൾ ഓരോ കാര്യങ്ങളും പഠിക്കുന്നത്. ഇപ്പൊ ബിൽഡിംഗ് ബ്ലോക്ക് കുട്ടികൾ ഉണ്ടാക്കും. ഓക്കെ, ചിലപ്പോ മിസ്റ്റേക്സുകൾ വരാം. അതില് പെർഫെക്ഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല. കുട്ടികളല്ലേ, ചിലപ്പോ മിസ്റ്റേക്സുകൾ വരാം. ഈ മിസ്റ്റേക്സുകൾ ചെയ്താണ് കുട്ടികൾ ഓരോ കാര്യങ്ങളും പഠിക്കുന്നത്. ഓക്കെ, ഓരോ മിസ്റ്റേക്സ് വരുമ്പോഴും നമ്മൾ എന്താ കുട്ടികളെ ഡീമോട്ടിവേറ്റ് ചെയ്യാനായിട്ട് പാടില്ല. നിനക്ക് പറ്റും, അങ്ങനെ എപ്പോഴും എൻകറേജ് ചെയ്തുകൊണ്ടിരിക്കണം. അവര് മിസ്റ്റേക്സുകൾ ഓരോ കാര്യങ്ങളും പഠിക്കുന്നു. ക്ലിയർ ആണോ? അപ്പൊ കുട്ടികൾ അവർക്ക് ഇഷ്ടമുള്ള പ്രോപ്പർട്ടീസ് സെലക്ട് ചെയ്യാനുള്ള ഫ്രീഡം. ഫസ്റ്റ് ഓഫ് ഓൾ അവർക്ക് ഏത് പ്രോപ്പർട്ടീസ് സെലക്ട് ചെയ്യണം, അവർക്ക് ഏത് ആക്ടിവിറ്റീസിലാണ് ഇൻട്രസ്റ്റ്, ആ ആക്ടിവിറ്റീസ് സെലക്ട് ചെയ്യാനുള്ള ഫ്രീഡം എന്താണ് ഈ മോണ്ടിസോറി ക്ലാസ് റൂം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ എന്താണ്, അത് എത്ര ടൈം വേണമെങ്കിലും ആ ഒരു സെയിം ആക്ടിവിറ്റീസിൽ എത്ര ടൈം വേണമെങ്കിലും സ്പെൻഡ് ചെയ്യാവുന്നതാണ്. ആ ഒരു ഫ്രീഡവും കുട്ടികൾക്ക് നൽകുന്നുണ്ട്. ഓക്കെ, ഒന്നിനും കമ്പല് ചെയ്യുന്നില്ല. ഒരു പെർട്ടിക്കുലർ ടൈമിനുള്ളിൽ ഈ ആക്ടിവിറ്റി കംപ്ലീറ്റ് ചെയ്യണമെന്ന് എന്താണ് പറയുന്നില്ല. ക്ലിയർ ആണോ?
നമ്മളൊക്കെ പഠിച്ചിട്ടുള്ള ഒരു പ്രോജക്ട് 10 to 20 മിനിറ്റ്സ് അല്ലേ, അതിനുള്ളിൽ നമ്മളത് കംപ്ലീറ്റ് ചെയ്ത് ഫിനിഷ് ചെയ്തിരിക്കണം അല്ലെ, സബ്മിറ്റ് ചെയ്തിരിക്കണം. അങ്ങനെയായിരുന്നോ? അവർക്ക് ഏത് ആക്ടിവിറ്റീസ് സെലക്ട് ചെയ്യാനുമുള്ള ഫ്രീഡം ഉണ്ട്. അതേപോലെ തന്നെ എത്ര ടൈം സ്പെൻഡ് ചെയ്യാൻ എന്തോ ക്ലിയർ ആകുന്നില്ലാന്നോ? അതെ, മഴ കാരണം മാത്രമല്ല, എല്ലാവരും അൺമ്യൂട്ട് ആകുമ്പോ ക്ലിയർ ആവില്ല. എല്ലാവരും കൂടെ ഒരുമിച്ച് ഇങ്ങനെ അൺമ്യൂട്ട് ചെയ്യുമ്പോഴേ അതുകൊണ്ടാ പ്രോബ്ലം. ഓക്കെ, അപ്പൊ മോണ്ടിസോറി എൻവയോൺമെന്റ്, മോണ്ടിസോറി ക്ലാസ് റൂം എങ്ങനെയാണ്, മോണ്ടിസോറി ടീച്ചർ എങ്ങനെയാണ്, അവിടെ യൂസ് ചെയ്യുന്ന അപ്പാരറ്റസ് ഏതൊക്കെയാണ്? എന്താ മെസ്സേജ് ക്ലിയർ ആയില്ല, ഒന്നുകൂടി ചോദിക്കാവോ? എന്താണ്? മെസ്സേജ് അയച്ച ആളെ ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാവോ? ക്ലിയർ ആയില്ല എനിക്ക്. അരുണ പ്ലീസ് മ്യൂട്ട് ചെയ്യൂ. അരുണ മ്യൂട്ട് ചെയ്യൂ. പ്ലീസ് മ്യൂട്ട് ചെയ്യൂ. വേറെ ആരെങ്കിലും ഉണ്ടോ? മ്യൂട്ട് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടോ? ആതിര എന്നാണോ പേര്? മ്യൂട്ട് ചെയ്യൂ പ്ലീസ്. ആതിര മ്യൂട്ട് ചെയ്യൂ. ഇവിടെ നല്ല മഴയാണ് കേട്ടോ, ചിലപ്പോ അതിന്റെ ഒരു പ്രോബ്ലം വന്നേക്കാം. ആതിര മ്യൂട്ട് ചെയ്യൂ. ആതിര പ്ലീസ്. അപ്പോ മോണ്ടിസോറി എൻവയോൺമെന്റ് ക്ലാസ് റൂം എങ്ങനെയാണെന്ന് ക്ലിയർ ആണോ? എങ്ങനെയാണ് കുട്ടികൾക്ക് ആക്ടിവിറ്റീസ് കൊടുക്കേണ്ടതെന്ന് ക്ലിയർ ആണോ? മോണ്ടിസോറി ടീച്ചർ എങ്ങനെയായിരിക്കണമെന്ന് ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ. അപ്പൊ ഇതിന്റെ ഫൗണ്ടർ എന്ന് പറയുന്നത് മരിയ മോണ്ടിസോറി ആണെന്ന് പറഞ്ഞ അവരുടെ ഫസ്റ്റ് സ്കൂൾ ആണ് കസാദി ബാംബിനി എന്ന് പറയുന്നത്. ഇറ്റലിയിലുള്ള കസാദി ബാംബിലി ആണ് ഫസ്റ്റ് സ്കൂൾ. ഓക്കെ, നമുക്ക് ഇനി കോഴ്സിലോട്ട് വരാം. ഈ കോഴ്സ് നിങ്ങൾ ഇപ്പൊ ഡിഗ്രി കഴിഞ്ഞവരാണെങ്കിൽ 10th അല്ലെങ്കിൽ +2 കഴിഞ്ഞവരാണെങ്കിൽ ഡിഗ്രി കോഴ്സ് ആയിരിക്കും സെലക്ട് ചെയ്തിരിക്കുന്നത് അല്ലേ? ഡിഗ്രി കഴിഞ്ഞവരാണെങ്കിൽ PG കോഴ്സ് ആയിരിക്കും സെലക്ട് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് തന്നെ എന്താണ്, എല്ലാവർക്കും എന്താണ് ഒരേ ക്ലാസ് തന്നെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഫസ്റ്റ് എന്താണ്, ഡിഗ്രിക്കാർക്കാണെങ്കിൽ ഒരു 3 മൊഡ്യൂൾ ആണുള്ളത്. ഓക്കെ, 3 മൊഡ്യൂളുകളാണുള്ളത് സിലബസ്. ഓക്കെ, PGക്കാർക്കാണെങ്കിൽ 5 മൊഡ്യൂൾ ഉണ്ട്. ഓക്കെ, ഇനീഷ്യൽ സ്റ്റേജിൽ എന്താണ്, ഫസ്റ്റ് തന്നെ നിങ്ങൾക്ക് ഒരുമിച്ചായിരിക്കും ക്ലാസ്സുകൾ, അതിനുശേഷം അത് മാറുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ ഈ കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മോണ്ടിസോറി സ്കൂളിലാണെങ്കിലും CBSE സ്കൂളിലാണെങ്കിലും കയറാവുന്നതാണ്. ഓക്കെ, പഠിപ്പിക്കാവുന്നതാണ്. ക്ലിയർ ആണോ? അപ്പൊ നമ്മുടെ ഒരു 1 ഇയർ കോഴ്സ് ആണ്. ഒരു ഡൗട്ട് ഉണ്ട്. ഇതില് ഇപ്പൊ SSLC കഴിഞ്ഞവര് +2 കഴിഞ്ഞവര് അവർക്കാണെങ്കിലോ? ഏത് കോഴ്സ് സെലക്ട് ചെയ്തേക്കുന്നത്? ഡിഗ്രി ബേസ്ഡ് കോഴ്സ് അല്ലേ മോണ്ടിസോറി തന്നെ? അതെ, ഡിഗ്രി കഴിഞ്ഞവർക്കാണ് PG കോഴ്സ്, PG മോണ്ടിസോറി. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഈ കോഴ്സ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ 1 ഇയർ കോഴ്സ് ആണെന്ന് പറഞ്ഞത് അല്ലേ? എന്തോ ഡൗട്ട് ചോദിക്കാനുള്ള ഞാൻ തരാട്ടോ. പ്ലീസ് മ്യൂട്ട് ചെയ്യും, കംപ്ലീറ്റ് ചെയ്തോട്ടെ, എന്നിട്ട് ഞാൻ തരാം, ടൈം തരാട്ടോ. ഓക്കെ, അപ്പോ 1 ഇയർ കോഴ്സ് ആണെന്ന് പറഞ്ഞു. 10 മന്തിനുള്ളിൽ നിങ്ങളുടെ തിയറി എന്താണ് കംപ്ലീറ്റ് ആകുന്നതാണ്. അതിനുശേഷം ഒരു പ്രാക്ടിക്കൽ ആയിട്ട്, അതായത് പ്രാക്ടീസ് സെഷൻ ഉണ്ടായിരിക്കുന്നതാണ്. നിങ്ങളുടെ അടുത്തുള്ള സ്കൂളുകളിൽ നിങ്ങൾക്ക് എന്താണ് ട്രെയിനിങ്ങിന് പോകാവുന്നതാണ്. ഒരു 1 മന്ത് ട്രെയിനിങ്ങിന് പോകാവുന്നതാണ്. അതിനുള്ള ഓഫർ ലെറ്റർ എന്താണ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും ഓഫീസിൽ നിന്നും പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ ട്രെയിനിങ്ങിന് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? നിങ്ങൾക്ക് ഇപ്പൊ കോഴ്സിന് മുന്നേ തന്നെ നിങ്ങൾക്ക് ട്രെയിനിങ് അതെ. ഓക്കെ, ആതിര മെസ്സേജ് ആയിരിക്കും. ഓക്കെ, ആതിര പ്ലീസ് മ്യൂട്ട് ചെയ്യൂ. ആരൊക്കെ അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട്? ആരൊക്കെ അത്? മ്യൂട്ട് ചെയ്യൂ പ്ലീസ്. നമ്മുടെ ക്ലാസ്സിന്റെ ഒരു രീതി പറഞ്ഞുതരാം.
ഓക്കെ, അതിനു മുൻപ് പ്രാക്ടീസിന്റെ കാര്യം പറഞ്ഞല്ലേ, സ്കൂളുകളിൽ പ്രാക്ടീസിന് പോകേണ്ടതുണ്ടെന്ന് പറഞ്ഞല്ലേ. ഒരു 1 month സ്കൂളുകളിൽ, നിങ്ങൾക്ക് അടുത്തുള്ള സ്കൂളുകളിൽ എന്താണ് പ്രാക്ടീസിന് പോകേണ്ടതുണ്ട്. അതിനുള്ള ഓഫർ ലെറ്റർ ഓഫീസിൽ നിന്നും പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ ഈ പ്രാക്ടീസ് സെഷനിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? നല്ല രീതിയിൽ ആ സ്കൂളിൽ നിങ്ങൾക്ക് പെർഫോം ചെയ്യാൻ കഴിഞ്ഞാൽ അവിടെ തന്നെ നിങ്ങൾക്ക് എന്താണ് പ്ലേസ്മെന്റ് ലഭിക്കുന്നതാണ്. അവിടുത്തെ ഒരു ടീച്ചറായിട്ട് വർക്ക് ചെയ്യാനായിട്ട് കഴിയുന്നതാണ്. ഇപ്പൊ എന്റെ കേസിൽ, എന്റെ ഓൺ എക്സ്പീരിയൻസിൽ ഞാൻ എന്താണ് ട്രെയിനിങ്ങിന് പോയ അതേ സ്കൂളിൽ തന്നെയാണ് ഞാൻ വർക്ക് ചെയ്തിരുന്നത്. ഓക്കെ, നിങ്ങൾ നന്നായിട്ട് പെർഫോം ചെയ്യാൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ ആ സ്കൂളിൽ തന്നെ പ്ലേസ്മെന്റ് കിട്ടുന്നതാണ്. എക്സാമിന് ശേഷം സർട്ടിഫിക്കറ്റ് കിട്ടിയതിനു ശേഷം വീണ്ടും ഇങ്ങനെ സ്കൂളുകൾ ജോലിക്ക് വേണ്ടി അന്വേഷണം നടക്കേണ്ട ആവശ്യം വരുന്നില്ല. ക്ലിയർ ആണോ? അതേപോലെ തന്നെ നിങ്ങളുടെ അടുത്തുള്ള ഒരു സ്കൂൾ തിരഞ്ഞെടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഓക്കെ, നിങ്ങൾക്ക് ഡെയിലി കിട്ടിയാൽ തന്നെ, ജോലി കിട്ടിയാൽ ഡെയിലി പോയി വരാനായിട്ട് എളുപ്പത്തിൽ അടുത്തുള്ള ഒരു കോഴ്സ് സ്കൂൾ ആയിരിക്കണം ട്രെയിനിങ്ങിന് വേണ്ടി തിരഞ്ഞെടുക്കേണ്ടത്. ഓക്കെ, ഇറ്റ് ഡിപ്പെൻസ്. പിന്നെ അപ്പൊ അതേപോലെ തന്നെ PDF ആയിട്ട് നിങ്ങൾക്ക് എന്താണ് നോട്ട്സുകൾ ഡെയിലി പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഇപ്പൊ ക്ലാസ്സിൽ വരുന്നതിന് മുൻപ് ആ PDF-ന്റെ പ്രിന്റ് എടുത്ത് കയ്യിൽ സൂക്ഷിക്കേണ്ടതാണ്. അതേപോലെ തന്നെ ഒരു നോട്ട്ബുക്ക് കയ്യിലുണ്ടായിരിക്കണം. നമ്മളിപ്പോ അപ്പൊ ഈ ക്ലാസ് എങ്ങനെയായിരിക്കും എന്ന് ചോദിച്ചാൽ എങ്ങനെയാണ്, നമ്മളൊരു ലൈൻ ബൈ ലൈൻ എക്സ്പ്ലനേഷൻ ആയിരിക്കില്ല ക്ലാസ്സസ്. നമ്മൾ ഒരുമിച്ചായിരിക്കും ഈ ക്ലാസ് ലീഡ് ചെയ്യുന്നത്. ക്ലിയർ ആണോ? ഇപ്പൊ നമ്മളൊരു പെർട്ടിക്കുലർ ടോപ്പിക് എടുക്കുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തൊക്കെ ഒപ്പീനിയൻ ഉണ്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടോ, അതൊക്കെ നിങ്ങൾക്ക് ഈ ക്ലാസ്സിൽ ഷെയർ ചെയ്യാവുന്നതാണ്. അങ്ങനെയാണ് ക്ലാസ് പോകുന്നത്. അല്ലാതെ ട്രഡീഷണൽ മെത്തേഡ് പോലെ നമ്മളൊരു ചാപ്റ്റർ എടുക്കുന്നു, അതിലെ ക്വസ്റ്റ്യൻ തരുന്നു, അത് ബൈഹാർട്ട് ചെയ്യുന്നു, ആ രീതിയിലല്ല. നമ്മൾ ക്ലാസ് എടുക്കുന്നതോടൊപ്പം തന്നെ നിങ്ങളുടെ ഒപ്പീനിയൻസ്, നിങ്ങളുടെ എക്സ്പീരിയൻസുകൾ, നിങ്ങളുടെ ഡെയിലി ലൈഫിലുള്ള എക്സ്പീരിയൻസ്, എക്സാമ്പിൾസുകളൊക്കെ ഷെയർ ചെയ്യാവുന്നതാണ്. ആ രീതിയിലായിരിക്കും ക്ലാസ് മുന്നോട്ട് പോകുന്നത്. ക്ലിയർ ആണല്ലോ? പിന്നെന്താണ്, അസൈൻമെന്റ് തരുന്നതായിരിക്കും. അസൈൻമെന്റ് നിങ്ങൾ സബ്മിറ്റ് ചെയ്യണം. ഓരോ ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ് ആകുമ്പോഴും നിങ്ങൾക്ക് അസൈൻമെന്റ് തരുന്നതാണ്. അത് നിങ്ങൾ സബ്മിറ്റ് ചെയ്യേണ്ടതാണ്. അതിന് ഇന്റേണൽ മാർക്സ് ഉണ്ടായിരിക്കും. ക്ലാസ് റൂമില് അതെ, PDF ആയിട്ട്. ഓക്കെ. പിന്നെന്താണ്, ക്ലാസ് റൂമില് ആക്ടിവിറ്റീസുകൾ പറയുന്നതാണ്. ഓക്കെ, ഇന്നത്തെ ക്ലാസ്സിൽ ഒരു ആക്ടിവിറ്റി പറഞ്ഞാൽ നെക്സ്റ്റ് ഡേ വരുമ്പോൾ അതെന്താണ് നോട്ട്ബുക്കിൽ, നേരത്തെ ഒരു നോട്ട്ബുക്കിന്റെ കാര്യം പറഞ്ഞില്ലേ, ആ നോട്ട്ബുക്കിൽ നിങ്ങൾ എന്താണ് ചെയ്തിട്ട് വേണം വരാനായിട്ട്. അത് നമുക്ക് ക്ലാസ് ടൈമിൽ, ഒരു ഡിസ്കഷൻ ടൈമിൽ ഡിസ്കസ് ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ ആക്ഷൻ സോങ് പറയും, റോൾ പ്ലേ പറയുന്നതാണ്, സ്റ്റോറി ടെല്ലിംഗ് പറയും. ഏതൊരു ആക്ടിവിറ്റി ആണോ പറയുന്നത്, ആക്ടിവിറ്റി നിങ്ങൾ പ്രിപ്പയർ ചെയ്തിരിക്കണം. ക്ലിയർ ആണോ? ഇപ്പൊ ആക്ഷൻ സോങ് ആണ് പറയുന്നതെങ്കിൽ ആക്ഷൻ സോങ് നിങ്ങളുടെ പേര് വിളിക്കുന്ന ടൈമിൽ അത് പെർഫോം ചെയ്യാനായിട്ട് നിങ്ങൾ റെഡി ആയിരിക്കണം. ക്ലിയർ ആണോ? അതേപോലെ തന്നെ എഴുതാനുണ്ട്. റെക്കോർഡ് ബുക്ക് നിങ്ങൾക്ക് ഒരു 5 റെക്കോർഡ് ബുക്സ് വേണം. ഓക്കെ, PG-കാരാണെങ്കിൽ ഒരു 5 റെക്കോർഡ് ബുക്ക് ആണ് വേണ്ടത്. ഫസ്റ്റ് നിങ്ങൾ 5 എണ്ണം വാങ്ങിക്കേണ്ട, ഒരെണ്ണം വാങ്ങിയാൽ മതി, റെക്കോർഡ് ബുക്ക്. അത് കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം അടുത്തതിലോട്ട് പോയാൽ മതി. ഡിപ്ലോമ കഴിഞ്ഞവർക്ക് PG കോഴ്സ് ചെയ്യാൻ പറ്റും? ഡിപ്ലോമ കഴിഞ്ഞവർക്ക് ഏത് കോഴ്സാ? പറയാം കേട്ടോ. ഓക്കെ, അപ്പൊ ക്ലാസ് റൂമിന്റെ അതെങ്ങനെയാണ് പോകുന്നത്? ക്ലാസ് റൂം, ഒരു ക്ലാസ്സിൽ കയറി കഴിയുമ്പോൾ നിങ്ങൾക്ക് അത് ഫെമിലിയർ ആകും. ഓക്കെ, അത് ക്ലിയർ ആണോ? അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങളുണ്ടോ? അതേപോലെ ഓരോ ക്ലാസ്, ഓരോ ചാപ്റ്റേഴ്സ് കഴിയുമ്പോഴും MCQ അയക്കുന്നതായിരിക്കും. അത് നിങ്ങൾക്ക് ആ ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട MCQ നിങ്ങൾക്കത് അറ്റൻഡ് ചെയ്യാവുന്നതാണ്. ഹൃദ്യ എന്താണ് മാം? ഫസ്റ്റ് സെക്ഷൻ എല്ലാവർക്കും ഒരുപോലെയും, അത് കഴിഞ്ഞിട്ട് പിന്നെ ഡിഗ്രി അങ്ങനെയുള്ളവർക്ക് ഷിഫ്റ്റ് ചെയ്ത് കൊടുക്കുകയാണോ ചെയ്യുന്നത് കോഴ്സ്? ഇപ്പൊ ഞാൻ ഗ്രാജുവേറ്റ് ആണ്. അതെ. ഓക്കെ മാം, അതാ ചോദിക്കാനായിരുന്നു. മൾട്ടിപ്പിൾ MCQ ആയിട്ടാണ് ഉണ്ടാവുക? അതെ, MCQ തന്നെയാണ് കേട്ടോ. ഫൈനൽ എക്സാം 100 മാർക്കിലായിരിക്കും എക്സാം ഉണ്ടായിരിക്കുന്നത്. അപ്പൊ മിസ്, നമുക്ക് ഈ സബ്ജക്റ്റുകളൊക്കെ എങ്ങനെയാ? ഒരു ബുക്കിലാണ് നമ്മളെല്ലാം? നിങ്ങൾക്ക് മൊഡ്യൂളുകളായിട്ടാണ് സിലബസ്. ഞാൻ പറഞ്ഞു, ഡിഗ്രിക്കാർക്കാണെങ്കിൽ 3 മൊഡ്യൂളാണ് ഉള്ളത്. അതേപോലെ തന്നെ PG-കാർക്കാണെങ്കിൽ 5 മൊഡ്യൂൾ ഉണ്ട്. ഫസ്റ്റ് മൊഡ്യൂളില് ഒരു 4 പാർട്ടായിട്ട് ഡിഫറെന്റ് ചാപ്റ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്. ക്ലിയർ ആണോ? ഫസ്റ്റ് മൊഡ്യൂളില് 4 പാർട്ടായിട്ടാണ്, ഡിഫറെന്റ് 4 പാർട്ടായിട്ട് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. ക്ലിയർ ആകുന്നുണ്ടോ? ഇതിന്റെ PDF ഒക്കെ നിങ്ങൾക്ക് ക്ലാസ് റൂമിൽ അവൈലബിൾ ആയിരിക്കും കേട്ടോ. മോണ്ടിസോറി സിലബസ്.
നാളത്തേക്കുള്ള നോട്ട്സ് മാത്രമേ ഇടുള്ളൂ, അത് ഒരു മൊഡ്യൂൾ ഫുള്ള് ഇടും. ഒരുമിച്ച് ഇടുന്നതായിരിക്കും കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഒരുമിച്ച് അത് പ്രിന്റ് എടുക്കാൻ കഴിയുന്നതാണെങ്കിൽ അങ്ങനെ പ്രിന്റ് എടുത്ത് അല്ലെങ്കിൽ പറയുന്നതനുസരിച്ച് നാളെ ഏത് ടോപ്പിക് ആണെന്ന് പറയുമ്പോൾ അതിന്റെ പ്രിന്റ് എടുത്ത് വെക്കാം. കയ്യിൽ എന്താ ഒരു പ്രിന്റും ഉണ്ടായിരിക്കണം, അതേപോലെ തന്നെ നോട്ട്ബുക്സും ഉണ്ടായിരിക്കണം. ഇപ്പൊ ക്ലാസ് എടുക്കുമ്പോൾ എന്തെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ അതപ്പോ തന്നെ നിങ്ങൾക്ക് ഒരു ലെക്ചർ നോട്ട്സ് പോലെ എന്തെങ്കിലും ഒരു വേർഡ് അറിയാത്തതുണ്ടെങ്കിൽ അതിന്റെ മീനിങ്സ് നിങ്ങൾക്ക് ഒരു ലെക്ചർ നോട്ട് പോലെ എഴുതി പോകാവുന്നതാണ്. ഓക്കെ, നമ്മള് രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് ഏത് കോഴ്സാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നില്ലല്ലോ. അപ്പൊ ഇനിയാണോ കോഴ്സിലേക്ക് കിടക്കുന്നത്? ഡിഗ്രി ലെവലാണോ PG ലെവലാണോ എന്നുള്ളത്? അതെ അതെ. ഓക്കെ മാം. ഓക്കെ, അപ്പൊ എന്താണ് വലിയൊരു ബ്രേക്കിന് ശേഷം ചിലപ്പോൾ ഈ ഒരു നോട്ട്ബുക്ക് മതിയോ? എത്ര നോട്ട്ബുക്ക് വേണം? എന്തോ എത്ര നോട്ട്ബുക്ക് വേണം? ഒരു നോട്ട്ബുക്ക് മതിയോ? തൽക്കാലം ഒരു നോട്ട്ബുക്ക് മതി. ഓക്കെ, നമ്മൾ ഓരോ ചാപ്റ്റേഴ്സ് ആണല്ലോ എടുക്കുന്നത്. അത് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് വാങ്ങിക്കാം. അതേപോലെ തന്നെ എന്തായിരുന്നു ഞാൻ പറയാൻ വന്നത്, മറന്നുപോയി. പറയൂ. നമ്മള് ഇടുന്ന PDF നോട്ടുകളെല്ലാം പ്രിന്റ് ഔട്ട് എടുത്താൽ മതിയോ, അതോ നമ്മൾ നോട്ടായിട്ട് എഴുതി എടുക്കണമെന്നുണ്ടോ? പ്രിന്റ് എടുത്താൽ മതിയടാ, അതാണ് എളുപ്പം. ഓക്കെ, അല്ലെങ്കിൽ ഒത്തിരി എഴുതാനുണ്ടോ? ക്ലിയർ ആണോ? പ്രിന്റ് എടുത്താൽ നമുക്ക് ഡൗട്ട്സ് ഉള്ള മേജർ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പ്രിന്റ് എടുത്തിട്ട് ചെറിയ ചെറിയ പോയിന്റ്സ് മാത്രം നോട്ടാക്കി ചെയ്യാനാണോ പറയുന്നത്? നിങ്ങൾക്ക് ഈ ഒരു ചാപ്റ്റർ പറയുമ്പോൾ ഇപ്പൊ നോക്കും, ഫസ്റ്റ് മൊഡ്യൂളിലെ ഫസ്റ്റ് ചാപ്റ്റർ ആണ് മോഡേൺ കോൺസെപ്റ്റ് ഓഫ് ഹെൽത്ത്, ഫിസിക്കൽ ഫിറ്റ്നസ് ആൻഡ് വെൽനസ്. ഈ ചാപ്റ്റർ ആയിരിക്കും നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ പ്രിന്റ് അതിൽ നിന്ന് എടുത്തു വെക്കുക. ക്ലിയർ ആണോ? ക്ലിയർ ആണ്. ഒരു കാര്യം കൂടി ഉണ്ട്. PG അവർക്ക് ഇത്ര മൊഡ്യൂൾസ് വെച്ച് ഉണ്ടല്ലോ, അതേപോലെ തന്നെയാണോ സെക്കൻഡറി ആൻഡ് ഹയർ SSLC +2 വരുന്നവർക്ക് ആ സെയിം തന്നെയാണോ? ആദ്യത്തെ മൂന്ന് മൊഡ്യൂള് സെയിം ആയിരിക്കും. ഓക്കെ, ഇവരുടെ ക്ലാസ് അപ്പൊ സെപ്പറേറ്റ് ആവുമോ? 2 മൊഡ്യൂളും കൂടി എക്സ്ട്രാ ഉണ്ട്. ഇപ്പൊ നമുക്ക് PDF ആയിട്ട് മൊഡ്യൂള് മാത്രമേ തന്നിട്ടുള്ളൂ. അപ്പൊ ഓരോ ചാപ്റ്ററിന്റെ ഇത് PDF തരുമോ? ഇപ്പൊ തന്നിരിക്കുന്നത് എന്താണ്? ക്ലാസ് റൂമിൽ എന്താ ഇട്ടിരിക്കുന്നത്? ക്ലാസ് റൂമിലല്ല, നമ്മളിപ്പോ രജിസ്റ്റർ ചെയ്തപ്പോ ഒരു പ്രിയ മാഡം എന്ന് പറഞ്ഞ മാഡം മൊഡ്യൂള് മാത്രമേ PDF തന്നിട്ടുള്ളൂ, വേറെ ഒന്നും തന്നിട്ടില്ല. സിലബസ് മാത്രം തന്നിട്ടുള്ളൂ, അതാണ് ഉദ്ദേശിക്കുന്നത്? സിലബസ് മാത്രമേ തന്നിട്ടുള്ളൂ. PDF ക്ലാസ് റൂമിൽ അയക്കുന്നതായിരിക്കും. ക്ലാസ് റൂം എന്ന് പറയുന്നത് ഡൗൺലോഡ് ചെയ്യുക കേട്ടോ. ഗ്രൂപ്പിൽ അത് കോഡ് ഷെയർ ചെയ്യുന്നതായിരിക്കും. അതനുസരിച്ച് അത് ഫോളോ ചെയ്തുകൊണ്ട് എന്താണ് ക്ലാസ് റൂം ഡൗൺലോഡ് ചെയ്യുക, ക്ലാസ് റൂമിൽ കയറുക, അതിൽ PDF ഉണ്ടായിരിക്കും. ഓക്കെ, PDF ആണെങ്കിലും ഇപ്പൊ അതേപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്താണ്, വലിയൊരു ഗ്യാപ്പിന് ശേഷം ഇതിലോട്ട് വന്നവരുണ്ടോ? ഇപ്പൊ മാരേജിന് ശേഷം അല്ലെങ്കിൽ കുട്ടികളായതിനു ശേഷം വന്നവരുണ്ടായിരിക്കും അല്ലേ? അപ്പൊ നമ്മുടെ എന്താണ്, അപ്പൊ നമ്മുടെ PDF-ന്റെ മീഡിയം എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ആണ്. പക്ഷെ ഇങ്ങനെ ഇപ്പൊ ബ്രേക്ക് കഴിഞ്ഞ് വന്നവർക്ക് അത് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ നമ്മുടെ ക്ലാസ്സുകൾ നടക്കുന്നത് എന്താണ്, മലയാളത്തിലായിരിക്കും. ഓക്കെ, ഇംഗ്ലീഷ് മലയാളം മിക്സ് ആയിട്ടായിരിക്കും ക്ലാസ്സുകൾ നടക്കുന്നത്. ക്ലിയർ ആണല്ലോ? എക്സാം എങ്ങനെയായിരിക്കും? എക്സാംസ് MCQ ആയിരിക്കും. 100 മാർക്കിലായിരിക്കും എക്സാം. അതോടൊപ്പം തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണ്, നിങ്ങളുടെ ഇംഗ്ലീഷും ഒരു 1 ഇയർ ഉണ്ടല്ലോ, അതിനുള്ളിൽ നിങ്ങൾ ഇംഗ്ലീഷും ഇംപ്രൂവ് ചെയ്യാനായിട്ട് നിങ്ങൾ ട്രൈ ചെയ്യേണ്ടതാണ്. ഈ കോഴ്സ് പഠിക്കുന്നതോടൊപ്പം തന്നെ നിങ്ങൾ ഇംഗ്ലീഷും എന്താണ് ഇംപ്രൂവ് ചെയ്യേണ്ടത് ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, എത്ര എക്സാം ഉണ്ടാവും? ഓരോ മൊഡ്യൂള് കഴിയുന്ന എക്സാം ഉണ്ടായിരിക്കും. അല്ല, ഫൈനൽ എക്സാം എത്ര ഉണ്ടാവും? ഒരു മൊഡ്യൂളിന്റെ ബേസിലാടാ 5 മൊഡ്യൂൾ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. റിട്ടൺ എക്സാം പറഞ്ഞോട്ടെ. എന്താണ് റിട്ടൺ ടെസ്റ്റ് ആയിട്ട് മോക്ക് ടെസ്റ്റ് കിട്ടിയല്ലോ. നമ്മളെ ഓരോരുത്തരായിട്ട് ചോദിക്കൂ. പിന്നെ നേരത്തെ ഒരു കാര്യം പറഞ്ഞില്ലേ, ക്ലാസ് റൂമിന്റെ കാര്യം പറഞ്ഞില്ലേ. ഇപ്പൊ ക്ലാസ് റൂമില് ഇപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ ജോലി ചെയ്യുന്നവരുണ്ടായിരിക്കും അല്ലേ? അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഈ ക്ലാസ്സസ് ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുള്ളവരുണ്ടായിരിക്കും. അങ്ങനെയുണ്ട് ആരെങ്കിലും ഇതില്? ജോലി ചെയ്യുന്നവരുണ്ടോ?
ആ ജോലി ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ളവർക്ക് വേണ്ടി ക്ലാസ് റൂമിൽ എന്താണ് റെക്കോർഡഡ് ക്ലാസ്സസ്. ഇപ്പൊ നമ്മൾ ഇന്ന് എടുക്കുന്ന ക്ലാസിന്റെ റെക്കോർഡ് നാളെ എന്താണ് അവൈലബിൾ ആയിരിക്കും, ക്ലാസ് റൂമിൽ അവൈലബിൾ ആയിരിക്കും. അതേപോലെ തന്നെയാണ് PDF ക്ലാസ് റൂമിൽ ഇട്ടിരിക്കും. അസൈൻമെന്റ് തരുമല്ലോ, ഓരോ അസൈൻമെന്റ് ടോപ്പിക്സും MCQ ഇതെല്ലാം വരുന്നത് ക്ലാസ് റൂമിലാണ്. ക്ലിയർ ആണോ? പിന്നെ എടുക്കുന്ന ക്ലാസ് ഇപ്പൊ എന്തെങ്കിലും ഒരു എമർജൻസി കാരണം സ്കിപ്പ് ആവുകയാണെങ്കിൽ അതെന്താണ് ക്ലാസ് റൂം റെക്കോർഡ് ക്ലാസ്സസ് ക്ലാസ് റൂമിൽ ഇടുന്നതാണ്. അപ്പൊ അത് കണ്ടിട്ട് വേണം നെക്സ്റ്റ് ക്ലാസ്സിൽ അടുത്ത ക്ലാസ്സിൽ കയറാനായിട്ട്, അല്ലെങ്കിൽ അത് ഫോളോ ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് മിസ്സായി പോകുന്ന ക്ലാസ്സുകൾ എന്തായാലും എന്താണ് അത് കണ്ടിരിക്കണം. ഓക്കെ, ഒരുമിച്ച് എല്ലാം കൂടി കാണാമെന്ന് വിചാരിക്കരുത്. ക്ലിയർ ആണോ? അത് ഡെയിലി നമ്മളത് കണ്ടെടുത്തിരിക്കണം. അതിന്റെ നോട്ട്സുകൾ പ്രിപ്പയർ ചെയ്തിരിക്കണം. MCQ തരുന്നത് എന്തായാലും ചെയ്തിരിക്കണം. ഓക്കെ, അസൈൻമെന്റ് ആണെങ്കിൽ പറയുന്ന ഡേറ്റിന് മുൻപ് അത് മസ്റ്റ് ആയിട്ടും സബ്മിറ്റ് ചെയ്യേണ്ടതാണ്. ഓക്കെ, കാര്യമുണ്ട്. ഈ ക്ലാസ്സസ് സെപ്പറേറ്റ് ആവുന്ന പറഞ്ഞില്ലേ, ഡിഗ്രി സെപ്പറേറ്റ്, SSLC സെപ്പറേറ്റ്, അത് ഒരുമിച്ചാണ്. ഓക്കെ, ഫസ്റ്റ് തന്നെ എല്ലാവർക്കും ഒരുമിച്ചാണ്. ഓരോരുത്തരും ചോദിക്കൂ, ക്ലിയർ ആകുന്നില്ല. ഡെയിലി 1 hour ആണ് ക്ലാസ്. ഓക്കെ, ഡെയിലി 1 hour ആയിരിക്കും നിങ്ങൾക്ക് ക്ലാസ്. 12 to 1 അല്ലേ ക്ലാസ് ടൈം തന്നിരിക്കുന്നത്? 12 ക്ലാസ് ഉണ്ടായിരിക്കും. ആ ക്ലാസ്സിൽ എന്താണ് ആക്ടിവിറ്റീസ് ചെയ്യാനുണ്ടായിരിക്കും. ഓക്കെ, ഒരു ആക്ഷൻ സോങ് ഇപ്പൊ തന്നെ പറയാം. ആക്ഷൻ സോങ് ഇങ്ങനെ മോണ്ടിസോറി ടീച്ചർമാര് ഫസ്റ്റ് ഓഫ് ഓൾ പഠിച്ചിരിക്കേണ്ടത് എന്താണ്, കുട്ടികളെ പെട്ടെന്ന് എങ്ങനെ ഹാൻഡിൽ ചെയ്യാം, എങ്ങനെ കാമാക്കി ഇരുത്താം. ഓക്കെ, ക്ലാസ് റൂം എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്ന് അറിഞ്ഞിരിക്കണം, വേണ്ടേ? അപ്പൊ അതിന് വേണ്ടി ഒരു 20+ ആക്ഷൻ സോങ് എങ്കിലും നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ, 20+ ആക്ഷൻ സോങ് എങ്കിലും ബൈ ഹാർട്ട് ചെയ്തിരിക്കണം. ഇതൊരു പ്രാക്ടീസ് സെഷന് പോകുമ്പോൾ നിങ്ങൾക്ക് എന്താണ് ഹെൽപ്ഫുൾ ആകുന്നതാണ്. ഇംഗ്ലീഷ് ഓക്കെ. ചെറിയ ചെറിയ ആക്ഷൻ സോങ്ങുകൾ ഉണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ കഴിവുള്ളവരാണെങ്കിൽ അത്തരത്തിലൊരെണ്ണം ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, കുട്ടികൾക്ക് ഇൻട്രസ്റ്റ് ഉള്ള രീതിയിലുള്ള ആക്ഷൻ സോങ് ആയിരിക്കണം സെലക്ട് ചെയ്യേണ്ടത്. അപ്പൊ അതേപോലെ തന്നെ നമ്മുടെ ഫസ്റ്റ് ആക്ടിവിറ്റീസ് ആയിരിക്കും നെക്സ്റ്റ് ക്ലാസ് ഓൺവേർഡ്സ് നിങ്ങൾ ഒരു ആക്ഷൻ സോങ് പെർഫോം ചെയ്യേണ്ടതാണ്. അപ്പോ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ ഒരു ആക്ഷൻ സോങ് പെർഫോം ചെയ്യാൻ ബ്രേക്ക് ടൈം ഉണ്ടായിരിക്കും. ആ ടൈമിൽ ഒരു ആക്ഷൻ സോങ് എന്താണ് പെർഫോം ചെയ്യാൻ പറഞ്ഞാല് വിത്ത് ആക്ഷൻ. ഓക്കെ, സോങ് മാത്രമല്ല വിത്ത് ആക്ഷൻ കൂടി ഉണ്ടായിരിക്കണം. ക്ലിയർ ആണോ? അപ്പൊ നമ്മൾ എല്ലാ തിയറി നോളജും നമ്മൾ പഠിച്ചു അല്ലേ? എല്ലാ തിയറി PDF മൊത്തം പഠിച്ചു. അതിനുശേഷം നമുക്ക് അതുകൊണ്ട് എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് ഉണ്ടോ? നമ്മളിത് പ്രാക്ടിക്കൽ ലൈഫിൽ അപ്ലൈ ചെയ്യണം, വേണ്ടേ? ഒരു ട്രെയിനിങ്ങിന് പോകുമ്പോൾ അപ്പോഴാണ് നമ്മൾ ഈ പഠിച്ച തിയറീസ് കൊണ്ട് എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് ഉണ്ടാകുന്നുണ്ടോ എന്ന് മനസ്സിലാകുന്നത് അല്ലെ? അവിടെ ചെന്ന് കുറെ കുട്ടികൾ നിങ്ങളുടെ മുന്നിലുണ്ട്. അവരെന്താണ്, കുട്ടികൾ എങ്ങനെയാണ്, അവര് ബഹളം വെക്കും, വാശി പിടിക്കും, അങ്ങനെയുള്ള കുട്ടികളാണ് അല്ലേ? അപ്പൊ അവരൊന്ന് കാമായിട്ട് ഇരുത്താനുള്ള കഴിവ്, അവരെ ഹാൻഡിൽ ചെയ്യാനുള്ള കഴിവ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പൊ ഒരു നല്ലൊരു ടീച്ചർക്ക് എന്തൊക്കെ ക്വാളിറ്റീസ് ഉണ്ടായിരിക്കണം? ഒരു സർട്ടിഫിക്കറ്റ്, നമുക്ക് ഈ പഠിച്ച ഒരു സർട്ടിഫിക്കറ്റ് നേടിയ നമ്മളൊരു ടീച്ചറായി. പക്ഷെ നല്ലൊരു ഗുഡ് ക്വാളിറ്റീസ് ഉള്ള ഒരു ടീച്ചർ ആകണമെങ്കിൽ എന്തൊക്കെ ക്വാളിറ്റീസ് ഉണ്ടായിരിക്കണം? ഫസ്റ്റ് വേണ്ടത് കുട്ടികളുമായി മിങ്കിൾ ചെയ്യാൻ കഴിയണം. ആരതി ഉണ്ടാവണം. എല്ലാ കുട്ടികളെയും എല്ലാവർക്കും ചാൻസ് തരാം പ്ലീസ്. മ്യൂട്ട് ചെയ്യൂ. അൻസി മ്യൂട്ട് ചെയ്യൂ. ഓക്കെ, ആരതി കണ്ടിന്യൂ. എന്തൊക്കെ ക്വാളിറ്റീസ് ഒരു ഗുഡ് ടീച്ചറിന് ഉണ്ടായിരിക്കണം? എല്ലാ കുട്ടികളുടെയും അവരുടെ താല്പര്യമനുസരിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം. നാളെ നിങ്ങളിതൊക്കെ പഠിച്ചു കഴിഞ്ഞാണ് സ്കൂളിൽ പോകുന്നതാണ് അല്ലെ? അപ്പൊ ആ കുട്ടികൾ എല്ലാവരെയും ഒരേപോലെ കൺസിഡർ ചെയ്യാനായിട്ട് കഴിയണം അല്ലേ? അതെ. പിന്നെ അവരുടെ ഇൻട്രസ്റ്റ് എന്താണോ അതിൽ നമുക്ക് കൂടുതലായിട്ട് അത് മേക്കപ്പ് ചെയ്യാൻ വേണ്ടി നോക്കണം. അവരുടെ ഇൻട്രസ്റ്റ് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യണം. ഓക്കെ, ആ രീതിയിലുള്ള ആക്ടിവിറ്റീസ് ആയിരിക്കണം അത്തരം കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യേണ്ടത്. ഓക്കെ ആരതി. അൻസി, കുട്ടികളുമായി കൂടുതൽ മിങ്കിൾ ചെയ്യാൻ കഴിയണം. കുട്ടികളുമായിട്ട് കൂടുതൽ മിങ്കിൾ ചെയ്യാനായിട്ട് കഴിവുണ്ടായിരിക്കണം. ഓക്കെ, പിന്നെ എന്തൊക്കെയാണ്? ചെറിയ കുട്ടികളാവുമ്പോ അവർക്ക് ഈ പഠിപ്പിക്കുന്നതിനേക്കാൾ കൂടുതൽ പാമ്പറിങ് ആയിരിക്കും ആവശ്യം. നമുക്കപ്പൊ അവരോട് വളരെ സോഫ്റ്റ് ആയിട്ട് പെരുമാറാനുള്ള ഒരു കഴിവുണ്ടായിരിക്കണം. അവരെന്ത് വാശി പിടിച്ചാലും
അത് നമ്മൾ സോഫ്റ്റ് ആയിട്ട് ഹാൻഡിൽ ചെയ്യാനുള്ള ഒരു കഴിവാണ് മെയിൻ ആയിട്ട് നമുക്ക് വേണ്ടത് ഈ ഒരു ഫീൽഡിൽ. വെരി വെരി ഗുഡ്. വേറെ ഒരു കഴിവും വേണ്ട ടീച്ചർ? ഇത്രയും കഴിവ് മാത്രം ഉണ്ടായാൽ മതി? എല്ലാ കുട്ടികളെയും ഒരുപോലെ കാണാനുള്ള കഴിവ് വേണം. അത് നമ്മള് കുട്ടികളെ ഇംപ്രസ് ചെയ്യാനുള്ള കഴിവ് ഓരോ കുട്ടികളും ഓരോ രീതിയിലായിരിക്കും. അപ്പോ കുട്ടിയുടെ മനസ്സും അവരുടെ കഴിവും ഒക്കെ ഏതൊക്കെ രീതിയിൽ കൊടുത്താൽ അവരിലേക്ക് എത്തും എന്നുള്ള ഇതും നമുക്ക് ടീച്ചേഴ്സിന് മനസ്സിലായിരിക്കണം. അതും ഒരു മുഖ്യമായ കാര്യമാണ്. നിങ്ങളുടെ മുന്നിലിരിക്കുന്ന എല്ലാവരും എങ്ങനെയാണ്? ഒരേ IQ ലെവൽ ഉള്ളവരല്ല അല്ലേ, ഒരേ ഇൻട്രസ്റ്റ് ഉള്ളവരല്ല. അപ്പൊ അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കണം നിങ്ങൾക്ക് അവർ അറ്റൻഷൻ പ്രൊവൈഡ് ചെയ്യാനായിട്ട്. ഓക്കെ, ചില കുട്ടികൾക്ക് നമ്മൾ ഒരു തവണ പറഞ്ഞാൽ അത് ക്യാച്ച് ആയിരിക്കണം. പക്ഷെ ചില കുട്ടികൾക്ക് 10 തവണ കൊടുത്താൽ മാത്രമേ കയറുള്ളൂ. നമുക്ക് ക്ഷമ എന്ന് പറയുന്ന ഒരു സാധനം മെയിൻ നമുക്ക് വേണം കുട്ടികളോട്. കുട്ടികളെ ഹാൻഡിൽ ചെയ്യുന്നതാണ് മെയിൻ ആയിട്ട് നമുക്ക് ക്ഷമ ഉണ്ടായിരിക്കണം അല്ലേ. അവരുടെ അവർ സാറ്റിസ്ഫൈ ആകുന്നതുവരെ നമ്മൾ എന്ത് ചെയ്യണം? അത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. ഒരു ക്വസ്റ്റ്യൻ ആണെങ്കിൽ അത് അവർക്ക് എപ്പോഴാണ് മനസ്സിലാകുന്നത് അതുവരെ നമ്മൾ എന്ത് ചെയ്യണം? റിപ്പീറ്റ് ചെയ്യണം. ഓക്കെ, ദെൻ കളിക്കുക എന്നുള്ള പ്രായത്തിൽ നിന്നാണ് പഠിക്കുക എന്നുള്ളത്. അവരൊരു അറ്റൻഷൻ ചെയ്ത് ഇരുത്താനുള്ള ഒരു കഴിവ് നമുക്ക് വേണം. ഒന്നിലേക്ക് കോൺസെൻട്രേഷൻ കൊടുപ്പിച്ച് അവിടെ ഇരുത്താനുള്ള കഴിവ്, അതിനെന്താ വേണ്ടതെന്ന് നമ്മൾ നോക്കണം. ഫ്രണ്ട്ലി ആയിരിക്കണം അല്ലേ. ഓക്കെ, ഒരു ട്രഡീഷണൽ ടീച്ചർ എങ്ങനെ ആയിരിക്കരുത്? ഏതുപോലെയാണ് അതുപോലെ ആയിരിക്കരുത് ഒരു മോണ്ടിസോറി ടീച്ചർ. ഓക്കെ, എല്ലാവരെയും ഈക്വലി കൺസിഡർ ചെയ്യുന്ന, ഹാപ്പി ആയിട്ടുള്ള, ഓക്കെ എപ്പോഴും സപ്പോർട്ട് നൽകുന്ന കുട്ടികളെ അവരുടെ ഏത് സിറ്റുവേഷനിലും അത് ഏത് ബുദ്ധിമുട്ടാണെങ്കിലും നമ്മൾ കൂടെ ഉണ്ടാവും. നമ്മളൊരു അമ്മയെ പോലെയാണ് എന്ന് അവർക്ക് തോന്നുന്ന രീതിയിലായിരിക്കണം. അവർക്കൊരു പ്രോബ്ലം വരുമ്പോ ആദ്യം നമ്മുടെ അടുത്തേക്ക് ഓടി വന്നവരല്ലേ, ആ രീതിയിൽ വേണം കുട്ടികളെ ട്രീറ്റ് ചെയ്യാനായിട്ട്. അവരെല്ലാ കാര്യത്തിലും ഇപ്പൊ ഒരു തെറ്റാണ് ചെയ്യുന്നതെങ്കിൽ എന്താണ് അത് പറഞ്ഞു തിരുത്താനുള്ള ഒരു ക്ഷമ ടീച്ചർക്ക് ഉണ്ടായിരിക്കണം. നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ കുട്ടികളെ എൻകറേജ് ചെയ്യണം, ഡീമോട്ടിവേറ്റ് ചെയ്യാൻ പാടുള്ളതല്ല. ഓക്കെ, ക്ലിയർ ആണോ? വേറെ എന്തെങ്കിലും ഉണ്ടോ? അപ്രിസിയേഷൻ അവർ ഒരുപാട് ആഗ്രഹിക്കും. എന്തൊരു ചെറിയൊരു കാര്യം ചെയ്യുമ്പോഴും നമ്മൾ അവരെ അപ്രിഷിയേറ്റ് ചെയ്യണം. അപ്പൊ അവർക്ക് കൂടുതലായിട്ട് അത് ചെയ്യാനുള്ളൊരു പ്രോത്സാഹനം കൂടിയാണ്. ഒരിക്കലും ക്ലാസ്സിൽ വെച്ച് കമ്പാരിസൺ ചെയ്യരുത്. കാരണം ആ ഒരു കമ്പാരിസൺ രീതിയിൽ നമ്മൾ മക്കളെ കാണാൻ എന്താ വെച്ചാ ആ കുട്ടി ചെയ്യുന്നത് കണ്ടില്ലേ, നീ എന്താ ചെയ്യാത്ത ആ മൈൻഡിൽ കാണരുത്. നമ്മൾ മോട്ടിവേറ്റ് ചെയ്യാണ് വേണ്ടത്. ഇത് അവര് ചെയ്തു, നമുക്ക് അവരെക്കാളും മുന്നിലെത്തണ്ടേ, നമുക്ക് ചെയ്യണ്ടേ, നമുക്ക് ഒന്നുകൂടെ ഉഷാറാവണ്ടേ, ആ രീതിയിൽ സംസാരിക്കുക. അല്ലാതെ അവര് ചെയ്യുന്ന കണ്ടില്ലേ നീ എന്താ ചെയ്യാത്തത് എന്നൊരിക്കലും ഒരു ചോദ്യചിഹ്നമായിട്ട് അവരുടെ മുന്നിൽ ചെല്ലാൻ പാടില്ല. നമ്മളിലൊരു ഇഷ്ടം വരണം കുട്ടികൾക്ക്. നമ്മളൊരു ഇഷ്ടം അല്ലെ ക്രിയേറ്റ് ചെയ്തെടുക്കാനായിട്ട് ഒരു നല്ല ടീച്ചർക്ക് കഴിവുണ്ടായിരിക്കണം, വേണ്ടേ? പിന്നെ പഠനം മാത്രം ഒരു കൺസെപ്റ്റ് ആയിട്ട് ചെല്ലരുത്. അവരെ പോലെ തന്നെ തമാശയും കളികളും ചിരികളും എല്ലാം ഉൾപ്പെടുത്തി വേണം നമ്മൾ അവരെ ക്ലാസ്സുകൾ ഇപ്പൊ ഒരു പഠിപ്പിക്കാനുള്ള ഒരു വിഷയം തന്നെ എടുത്താൽ കളികളിലൂടെയും തമാശകളിലൂടെയും അവരെ അത് പറഞ്ഞ് മനസ്സിലാക്കാനുള്ള ഒരു ക്വാളിറ്റി കൂടി വേണം. അതെ, ആക്ടിവിറ്റീസ്, ലേണിംഗ് ത്രൂ ആക്ടിവിറ്റീസിലൂടെ കൂടി എന്താണ് ആക്ടിവിറ്റീസിലൂടെയും കുട്ടികളെ പഠിപ്പിക്കാനായിട്ട് കഴിവുണ്ടായിരിക്കണം. പിന്നെന്താണ്, കുട്ടികൾക്ക് എന്നും സ്കൂൾ ഒരു സെക്കൻഡ് ഹോമാണ്. വീട് വിട്ട അവർക്ക് സെക്കൻഡ് ഹോം വരുന്നത് സ്കൂളാണ് ഈ പഠിക്കുന്ന പിള്ളേർക്ക്. അപ്പൊ ആ സെക്കൻഡ് ഹോമിലെ ഒരു സെക്കൻഡ് മദർ, അതായത് അവരുടെ അമ്മ കഴിഞ്ഞാൽ അവരുടെ ടീച്ചർ ആയിരിക്കണം അവർക്ക് ഒരമ്മ എന്ന രീതിയിൽ കണ്ടു കഴിഞ്ഞാൽ തന്നെ പിള്ളേര് നമ്മുടെ കൂടെ കൂടുതൽ അറ്റാച്ച് ആവാനും നമ്മൾ പറയുന്നത് അനുസരിക്കാനും ഓട്ടോമാറ്റിക് അവർ അതിലേക്ക് വരും, നമ്മളോടുള്ള സ്നേഹവും കാര്യങ്ങളൊക്കെ വരും. അങ്ങനെ ആയിരിക്കണം. സ്പെഷ്യൽ അറ്റൻഷൻ കുട്ടികൾക്ക് ഓരോ പ്രത്യേക രീതിയിൽ അവരെ ട്രീറ്റ് ചെയ്താൽ എന്താണ് അവന് തിരിച്ച് നമ്മൾ എങ്ങനെയാണോ അങ്ങോട്ട് പെരുമാറുന്നത് അതേപോലെ തന്നെ ആയിരിക്കും കുട്ടികളും, അല്ലേ? അതെ അതെ മാം, ഓരോ കുട്ടിയും പേരെടുത്ത് വിളിക്കണം. ഓൾറെഡി അവരുടെ ഫാമിലിയായിട്ട് കുറച്ച് അറ്റാച്ച്ഡ് ആയിരിക്കണം. പേരെടുത്ത് വിളിക്കണം അല്ലേ? അതെ. അങ്ങനെയുള്ള സബ്ജക്റ്റിൽ അങ്ങനെയുള്ള ടീച്ചേഴ്സിനോട് നമുക്കൊരു പ്രത്യേക ഇഷ്ടം കൂടുതലായിരിക്കും, അല്ലേ? ആ സബ്ജക്ട് പഠിക്കാനായിട്ട് കൂടുതൽ ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കും. ഓക്കെ, അങ്ങനെയല്ലേ? എനിക്ക്
പഠിക്കുന്നതിനോടാണ് ഇഷ്ടം കൂടുതൽ, ആ സബ്ജക്ട് പഠിക്കാനായിട്ട് കുറച്ചുകൂടി താല്പര്യം കൂടുതലായി. നമ്മൾ പഠിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ വളരെ സ്ട്രിക്റ്റ് ആയിരിക്കുന്ന ടീച്ചറെക്കാളും കൂടുതൽ ഇഷ്ടവും സബ്ജക്റ്റിനോട് താല്പര്യവും ടീച്ചർ വരുമ്പോൾ സന്തോഷത്തോടെ ഇരിക്കുകയും ചെയ്യാം. നമ്മളോട് കുറച്ച് ഫ്രണ്ട്ലി ആയിരിക്കുന്ന, നമുക്ക് എന്തും സംസാരിക്കാൻ പറ്റുന്ന ടീച്ചേഴ്സ് വരുമ്പോഴേക്കും അവരുടെ ക്ലാസ് കേൾക്കാനും അവരുടെ കൂടെ ഇരിക്കാനും അവരോട് കാര്യങ്ങൾ പറയാനും നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും. അതുപോലെ ആയിരിക്കണം പിള്ളേർക്ക് നമ്മളോടുള്ള അറ്റാച്ച്മെന്റും. അവരുടെ ക്ലാസ് വരാനായിട്ട് നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കും അല്ലേ, ആ ടീച്ചറിന്റെ ക്ലാസ് വരാനായിട്ട്. കുട്ടികൾ പറയുന്ന കാര്യങ്ങൾ കൂടി നമ്മൾ ശ്രദ്ധയോടെ കേട്ട് റെസ്പോണ്ട് ചെയ്യണം. ഓക്കെ. അവരുടെ എന്താണ് ഒപ്പീനിയൻസിന് നമ്മൾ വാല്യൂ കൊടുക്കേണ്ടതാണ് അല്ലേ. അവർക്ക് ഉണ്ടാവുന്ന വിഷമങ്ങളും സങ്കടങ്ങളും നമ്മൾ കേട്ട് അവർക്ക് അതിനൊരു ആശ്വാസം പറഞ്ഞു കൊടുക്കാൻ നമുക്ക് കഴിയും. പിന്നെ അവര് പറയുന്ന കാര്യങ്ങൾ ചിലപ്പം വളരെ ചെറിയ കാര്യങ്ങളായിരിക്കും, യാതൊരു ഇമ്പോർട്ടൻസ് ഇല്ലാതെ നമ്മുടെ ക്ലാസ്സുമായിട്ട് ബന്ധമുള്ളതോ ക്ലാസ്സിലേക്ക് ഇമ്പോർട്ടൻസ് ഉള്ളതോ ഒന്നും ആയിരിക്കില്ല. അവരെന്തോ ഒരു കാര്യം നമ്മളോട് വരുന്നു പറയുന്നു, അത് അവര് പറയുന്ന ആ ട്യൂണിൽ കേട്ട് ആ ട്യൂണിൽ മറുപടി കൊടുക്കാൻ നമ്മൾ പറയാൻ വരുന്ന കാര്യങ്ങൾ എന്താണ്. ഇപ്പം ഒരു കുട്ടി എന്തെങ്കിലും ഒരു ചെറിയ വിഷയമായിരിക്കും പറയാൻ വരുന്നത്, ഉടനെ എന്താണേലും ഇപ്പൊ പറയണ്ട, പിന്നെ പറഞ്ഞാൽ മതി എന്ന് പറയുമ്പോൾ നമുക്ക് അറ്റാച്ച്മെന്റ് ഉണ്ടാകത്തില്ല. അവരെ കേൾക്കാനുള്ള ഒരു ക്ഷമ ഉണ്ടായിരിക്കണം. ഒരു ഗുഡ് ടീച്ചർക്ക് ക്വാളിറ്റി ആണ് അല്ലേ, ക്ഷമ എന്ന് പറയുന്നത് നല്ലൊരു ടീച്ചറിന്റെ ക്വാളിറ്റി ആണ്. ഓക്കെ, കുട്ടികളിലെ കഴിവിനെ പരമാവധി നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. കുട്ടികൾക്ക് വ്യത്യസ്തമായ കഴിവുകളാണ് അല്ലെ, ആ കഴിവുകളെ വികസിപ്പിക്കാൻ കഴിയുന്ന രീതിയിലുള്ള സപ്പോർട്ട് കൊടുക്കാനായിട്ട് ടീച്ചർ സപ്പോർട്ട് കൊടുക്കണം. കുട്ടികൾക്ക് എന്താണ് ഡാൻസ് കളിക്കാനായിട്ട് താല്പര്യമുള്ള കുട്ടികൾ ഉണ്ടായിരിക്കും അല്ലെ, ചിലർക്ക് എന്താ പാട്ട് പാടാനായിട്ട് ഇഷ്ടമുള്ള കുട്ടികൾ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ മറ്റുള്ള ആക്ടിവിറ്റീസുകളായിരിക്കും ചില കുട്ടികൾക്ക് ഇഷ്ടം. അപ്പൊ അങ്ങനെയുള്ള കുട്ടികളെ എങ്ങനെയാണ് കൂടുതൽ മുന്നോട്ട് കൊണ്ടുവരാനായിട്ട് ആ ടീച്ചർക്ക് കഴിയുന്നതാണ്. സപ്പോർട്ട് കൊടുക്കേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ദെൻ പിന്നെ ടീച്ചറെ ഓരോ കുട്ടികൾക്കും വ്യത്യസ്ത ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കും. അപ്പൊ പഠിക്കാൻ ചിലപ്പോൾ മിടുക്കനായിരിക്കും, പക്ഷെ അവരുടെ ഫാദറും മദറും അങ്ങനെയൊക്കെ ഓരോ പ്രോബ്ലംസ് ഉണ്ടാവുമല്ലോ. അപ്പൊ നമ്മൾ അവരെ ഫാമിലി ആയിട്ട് ഒന്നുകൂടെ അറ്റാച്ച്ഡ് ആയിരിക്കണം. എന്നുള്ളതിന്റെ റീസൺ നമ്മളെ അറിഞ്ഞിരിക്കണം എപ്പോഴും. ഒരു മോണ്ടിസോറി ടീച്ചേഴ്സും ഭയങ്കര ഒബ്സർവർ ആയിരിക്കണം. ഓരോ കുട്ടികളുടെ കാര്യങ്ങളും നമ്മൾ കറക്റ്റായി ഒബ്സർവ് ചെയ്യുക. പിന്നെ കുട്ടികളുമായി ഈസിലി റാപ്പോ ബിൽഡ് ചെയ്യുക. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പോസിറ്റീവ് എൻവയോൺമെന്റ് എപ്പോഴും നമ്മൾ ക്രിയേറ്റ് ചെയ്യാം ക്ലാസ് റൂമിൽ. അതെ, ഒരു ഫ്രണ്ട്ലി എൻവയോൺമെന്റ് ആയിരിക്കണം മോണ്ടിസോറി ക്ലാസ് റൂം എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ അതുപോലെ ചെറിയ കുട്ടികളാകുമ്പോൾ വല്ല പെൻസില് അത് ഇതിനൊക്കെ തല്ല് പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അതൊക്കെ ഷെയർ ചെയ്യാനായിട്ട് അവരെ മെന്റാലിറ്റി വളർത്തിയെടുക്കണം കുട്ടികൾ അല്ലേ. ഓക്കെ, അത് ടീച്ചറിന്റെ റെസ്പോൺസിബിലിറ്റി ആണ് അല്ലേ. ഒരു ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ആ ക്ലാസ്സിലുള്ള കുട്ടികളെ ആദ്യം ഒന്ന് കാമാക്കി ഇരുത്താനായിട്ട് അവർക്ക് എന്തെങ്കിലും ഒരു ആക്ഷൻ സോങ്ങോ അല്ലെങ്കിൽ എന്തെങ്കിലും പാട്ട് പഠിപ്പിക്കുകയോ അങ്ങനെ ചെയ്തിട്ട് വേണം ഒരു ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ. അപ്പൊ കൂടുതൽ അവർക്ക് പഠിക്കാൻ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവും. അതെ, പല കുട്ടികളും പല ചിന്തയിലായിരിക്കും, പല തോട്ടിലായിരിക്കും. അവരെല്ലാവരെയും ഒരേ കോൺസെൻട്രേഷൻ ലെവലിലോട്ട് കൊണ്ടുവരേണ്ടത് ഇമ്പോർട്ടന്റ് ആണ്. ഒരു ക്ലാസ് നല്ല രീതിയിൽ കൊണ്ടുപോകണമെങ്കിൽ എല്ലാവരുടെയും അറ്റൻഷൻ ആവശ്യമാണ് അല്ലേ. പിന്നെ കുട്ടികളോട് പെരുമാറാൻ വേണ്ടിട്ട് ക്ലാസ്സിലെ വർക്കുകളൊക്കെ വരുമ്പോ ചെറിയ വർക്കുകളായിരിക്കും, പക്ഷെ അവർക്ക് അതൊരു ചെറിയ ഗിഫ്റ്റ് ഒരു സീറ്റായിട്ടോ ഒരു പെൻസിലായിട്ടോ ഒരു റബ്ബറായിട്ടോ കൊടുത്ത് അവരെ പ്രൊമോട്ട് ചെയ്യുമ്പോൾ ബാക്കിയുള്ള മുന്നോട്ട് നിൽക്കുന്ന കുട്ടികൾ കൂടെ ഒരു മോട്ടിവേഷൻ ആയിട്ട് പിന്നെ മുന്നോട്ട് വരാൻ തോന്നും നമ്മൾ ടീച്ചേഴ്സ് അങ്ങനെ ചെയ്യുമ്പോൾ. ഇത് പറഞ്ഞപ്പോഴാണ് ഒരു കാര്യം പറഞ്ഞത്, മോണ്ടിസോറി നമ്മൾ പറഞ്ഞു, മോണ്ടിസോറി ടീച്ചിങ് മെത്തേഡിന്റെ ഫൗണ്ടർ ആണ് മരിയ മോണ്ടിസോറി അല്ലേ. അപ്പൊ മരിയ മോണ്ടിസോറിയുടെ അഭിപ്രായത്തിൽ കുട്ടികൾക്ക് ഇങ്ങനെ എന്താണ് എൻകറേജ് ചെയ്യാനായിട്ട് ഗിഫ്റ്റുകൾ കൊടുക്കേണ്ട ആവശ്യമില്ല എന്നാണ് മരിയ മോണ്ടിസോറി പറയുന്നത്. ഓക്കെ, പിന്നെ എങ്ങനെയാണ് കുട്ടികൾ ചെയ്യുന്നത്, അവർ ഇൻട്രസ്റ്റ് ഉള്ള ആക്ടിവിറ്റീസ് ആണ് അവർ ചെയ്യുന്നതെങ്കിൽ ചെയ്തോളും. നമ്മൾ പ്രത്യേകം ഒരു ഗിഫ്റ്റ് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, നമ്മൾക്ക് അവരെ സപ്പോർട്ട് ചെയ്യാം അല്ലെങ്കിൽ എൻകറേജ് ചെയ്യാം. അതിന് പകരം ഗിഫ്റ്റ് മിഠായിസ് ഒക്കെ കൊടുക്കില്ലേ, ആ ഒരു സിസ്റ്റം വേണ്ട എന്നാണ് മരിയ മോണ്ടിസോറി പറയുന്നത്. ഓക്കെ, കുട്ടികൾ എങ്ങനെയാണ് മോണ്ടിസോറി എൻവയോൺമെന്റിൽ നമ്മൾ നിർബന്ധിച്ചിട്ടാണോ ആക്ടിവിറ്റീസ് ചെയ്യുന്നത്? ആണോ? പറയാറുണ്ട്
ഓക്കെ, സാധാരണ ഇപ്പൊ നമ്മുടെ വീടുകളിൽ കുട്ടികളുണ്ട്, അവർ ഹോംവർക്കുമായിട്ട് വരുമ്പോൾ നമ്മൾ പറയാറുണ്ട് അല്ലേ, ഈ ഹോംവർക്ക് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും മിഠായി തരാം, അങ്ങനെ നമ്മൾ ഓഫർ ചെയ്യാറില്ലേ? എന്തോ ക്ലിയർ അല്ലാന്നോ? ഓക്കെ, എല്ലാവരും കൂടി അൺമ്യൂട്ട് ചെയ്തിട്ടാ. ഓക്കെ പ്ലീസ് എല്ലാവരും മ്യൂട്ട് ചെയ്തിട്ട്. അപ്പൊ നമ്മൾ സാധാരണ നമ്മുടെ വീടുകളിൽ കുട്ടികളുണ്ട്, എല്ലാവരുടെ വീട്ടിൽ കുട്ടികളുണ്ടായിരിക്കും അല്ലേ? ഇപ്പൊ സ്കൂളിൽ നിന്ന് വരുമ്പോൾ ഹോംവർക്ക് ഒക്കെ ഉണ്ടെങ്കിൽ അവർ തനിയെ ചെയ്യാനായിട്ട് നമ്മൾ ഗിഫ്റ്റുകൾ ഓഫർ ചെയ്യാറുണ്ട് അല്ലേ? ഈ ഹോംവർക്ക് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു മിഠായി വാങ്ങിത്തരാം, അങ്ങനെ ഓഫേഴ്സ് കൊടുക്കാറുണ്ട് അല്ലേ? അപ്പൊ പക്ഷെ മോണ്ടിസോറി പറയുന്നത്, മോണ്ടിസോറി എൻവയോൺമെന്റിന്റെ പ്രത്യേകത ഞാൻ നേരത്തെ പറഞ്ഞു. എങ്ങനെയാണ്? അവർക്ക് ഇഷ്ടമുള്ള ആക്ടിവിറ്റീസ് ആണ് അവർ സെലക്ട് ചെയ്യുന്നത്. നമ്മൾ ആരും കമ്പല് ചെയ്യുന്നില്ല, അവരെ നിർബന്ധിക്കുന്നില്ല. ഇന്ന ആക്ടിവിറ്റീസ് തന്നെ ചെയ്യണമെന്ന് ആരെയും, ഒരു കുട്ടിയെയും നിർബന്ധിക്കുന്നില്ല അല്ലേ? അവരിഷ്ടമുള്ള ആക്ടിവിറ്റീസ്, അവർക്ക് ഏതിലാണ് ഇൻട്രസ്റ്റ് ആ ആക്ടിവിറ്റീസ് ആണ് അവർ ചെയ്യുന്നത്. അപ്പൊ ഓട്ടോമാറ്റിക്കലി അത് കംപ്ലീറ്റ് ചെയ്യാനുള്ള റെസ്പോൺസിബിലിറ്റിയും ആ കുട്ടിക്കുണ്ട്, ആ താല്പര്യവും, അത് കംപ്ലീറ്റ് ചെയ്യാനുള്ള താല്പര്യവും ആ കുട്ടിക്കുണ്ടായിരിക്കും. ഓക്കെ, നമ്മൾ സ്പെഷ്യൽ ആയിട്ട് എന്താണ് ഒരു ഗിഫ്റ്റ് കൊടുക്കേണ്ട ആവശ്യമില്ല എന്നാണ് മരിയ മോണ്ടിസോറി പറയുന്നത്. ക്ലിയർ ആണോ? ഓക്കെ, ദെൻ പറഞ്ഞോളൂ. ആക്ഷൻ സോങ് ഇംഗ്ലീഷ് മാത്രമാണോ അതോ എല്ലാ ലാംഗ്വേജും? ഇംഗ്ലീഷിലായിരിക്കണം ആക്ഷൻ സോങ്സ്. ഓക്കെ, അപ്പൊ ഇന്ന് തന്നെ ചെന്നിട്ട് എല്ലാവരും ഒരു ആക്ഷൻ സോങ് പഠിച്ചിരിക്കണം കേട്ടോ, വിത്ത് ആക്ഷൻ സോങ് ആണ്. അപ്പൊ നിങ്ങളുടെ ആക്ഷൻ ഇമ്പോർട്ടൻറ്റ്. ഈ മോണ്ടിസോറി ടീച്ചർ ട്രെയിനിങ്ങിന്റെ കോഴ്സ് കംപ്ലീറ്റ് ആവുമ്പം ആ ക്വാളിഫിക്കേഷൻ വെച്ചിട്ട് നഴ്സറി, LKG, UKG അതുവരെ അല്ലേ പഠിപ്പിക്കാൻ പറ്റുള്ളൂ? ഞാൻ പഠിപ്പിച്ചിരുന്നത് സെക്കൻഡ് സ്റ്റാൻഡേർഡിലാണ്. ഓക്കെ, സെക്കൻഡ് സ്റ്റാൻഡേർഡ് ഒക്കെ കിട്ടുമോ അങ്ങനെ ഈ ഒരു സ്കൂളിനെ ആശ്രയിച്ചിരിക്കും. ഓക്കെ, നിങ്ങളുടെ പെർഫോമൻസിനെ ബേസ് ചെയ്തിരിക്കും. ഞാൻ പഠിപ്പിച്ചിരുന്നത് സെക്കൻഡ് സ്റ്റാൻഡേർഡിലായിരുന്നു. എന്റെ ഒരു ഫ്രണ്ട് 5th സ്റ്റാൻഡേർഡിൽ പഠിപ്പിക്കുന്നുണ്ട്. പിന്നെന്താണ്, ഒരു ഫ്രണ്ട് ഒരു പ്രിൻസിപ്പൾ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, 4th സ്റ്റാൻഡേർഡ് വരെയുള്ള സ്കൂളിൽ പ്രിൻസിപ്പൾ ആയിട്ട് ജോലി ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങളുടെ പെർഫോമൻസ് ആണ്. നിങ്ങൾ നല്ലോണം ചെയ്യാൻ കഴിഞ്ഞാൽ ഒരു ചാൻസ്. എന്തോ ബാക്കി എല്ലാവരും മ്യൂട്ട് ചെയ്യൂ പ്ലീസ്. ഓക്കെ, മോണ്ടിസോറി സ്കൂളിൽ തന്നെ നമ്മൾ വർക്കിനായിട്ട് പ്രാക്ടീസിനൊക്കെ ആയിട്ട് കയറണമെന്നുണ്ടോ? അത് എല്ലാ സ്കൂളിലും നമുക്ക് കയറാൻ പറ്റുമോ? CBSE സ്കൂളിൽ ചെല്ലാവുന്നതാണ്. ഓക്കെ, CBSE സ്കൂളിൽ ഞാൻ വർക്ക് ചെയ്തിരുന്നത് CBSE സ്കൂളിലാണ്. മോണ്ടിസോറി സ്കൂളുകളിൽ നമുക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പൊ കേരള സിലബസില് പറ്റത്തില്ലേ? അതായത് കേരള സിലബസില് നമുക്ക് പറ്റത്തില്ലേ? ഇല്ല. CBSE സ്കൂളായിരിക്കണം അല്ലേ? CBSE സ്കൂളിലോ മോണ്ടിസോറി സ്കൂളിലോ നിങ്ങൾക്ക് വർക്ക് ചെയ്യാവുന്നതാണ്. അപ്പൊ ICSE സിലബസ് ഒന്നും പറ്റില്ലേ മാം? ഒരു ഡൗട്ട്, ICSE സിലബസ് ഒന്നും പറ്റില്ലേ? ICSE സിലബസ് ഒന്നും പറ്റത്തില്ലേ? CBSE സിലബസ് മാത്രം ഉള്ളതാണോ ഇത്? സിലബസ് മാത്രമാണെന്നല്ല കേട്ടോ ഞാൻ പറഞ്ഞത്. ICSE ഇപ്പൊ സ്കൂളുകളിലെല്ലാം വരുന്നത്. ഓക്കെ, ഇപ്പൊ എന്റെ കൂടെ പഠിച്ച എന്താണ് ആ കുട്ടി എന്താണ് ഫാത്തിമ, ആ കുട്ടി എന്താണ് ഇപ്പൊ ഒരു ഗവൺമെന്റ് സ്കൂളിലാണ് വർക്ക് ചെയ്യുന്നത്. ഡെയിലി വേജിലാണ് കേട്ടോ, ഗവൺമെന്റ് സ്കൂളിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് സ്കൂളുകളിൽ കയറാവുന്നതാണ്. ഓക്കെ, ട്രെയിനിങ്ങിന് പോകാവുന്നതാണ്. മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ടത് ട്രെയിനിങ്ങിന് പോകുമ്പോൾ എന്താണ് നിങ്ങളുടെ അടുത്തുള്ള നല്ല പേയ്മെന്റ് കിട്ടുന്ന ഒരു സ്കൂൾ ആയിരിക്കണം തിരഞ്ഞെടുക്കേണ്ടത്. അപ്പൊ പെർഫോമൻസിന്റെ ബേസിൽ എന്താണ് നിങ്ങൾക്ക് അവിടെ പ്ലേസ്മെന്റ് കിട്ടുന്നതാണ്. അല്ലെങ്കിൽ അതല്ലെങ്കിൽ നമ്മുടെ സർട്ടിഫിക്കറ്റ് ഒക്കെ കിട്ടിയതിന് ശേഷം ഇങ്ങനെ ഓരോ സ്കൂളുകളിലും കയറി ഇറങ്ങേണ്ടി വരും. ഓക്കെ, അപ്പൊ നിങ്ങളുടെ പെർഫോമൻസ്, നിങ്ങളുടെ പ്രാക്ടിക്കൽ ടൈമിൽ എന്താണ് നിങ്ങൾ 100% എഫേർട്ട് ഇടേണ്ടതാണ്. നാളെ ടുമോറോ ഓൺവേർഡ്സ് ആണ് നിങ്ങൾക്ക് ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലേ? നാളെ മുതൽ ഗൂഗിൾ ക്ലാസ് റൂമിലല്ലേ ക്ലാസ് വരിക? അതെ, ഇന്നത്തെ ക്ലാസ് റെക്കോർഡ് വരുമോ? റെക്കോർഡ് ക്ലാസ് അല്ല, അത് ഗൂഗിൾ ക്ലാസ് റൂമിലാണോ റെക്കോർഡ് ക്ലാസ് വരിക അല്ലെങ്കിൽ വാട്സപ്പിലാണോ? ഒരു ആപ്പ് ഉണ്ട്, അത് ഡൗൺലോഡ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടില്ലേ? അത് ചെയ്തു. അപ്പൊ അതിലായിരിക്കും റെക്കോർഡ് ക്ലാസ് ഉണ്ടായിരിക്കുന്നത്. അതേപോലെ തന്നെ അസൈൻമെന്റും സബ്മിറ്റ് ചെയ്യേണ്ടത്, അസൈൻമെന്റ് ടോപ്പിക്കുകളും MCQ അല്ലെ, അതെല്ലാം അതിലായിരിക്കും. ആക്ടിവിറ്റീസ്, ആ ക്വസ്റ്റ്യൻ എല്ലാം
എന്താണ് അപ്ലോഡ് ചെയ്യുന്നത് ആ ചാനലിലായിരിക്കും. ഓക്കെ, ക്ലാസ് റൂമിലായിരിക്കും. ഇപ്പൊ നമ്മള് ഒരു നോട്ട്ബുക്ക് ഒരു റെക്കോർഡ് ബുക്ക് ആണ് വാങ്ങി വെക്കേണ്ടത്. ഒരു റെക്കോർഡ് ബുക്ക്, ഒരു നോട്ട് ബുക്ക്, ഏത് ചാപ്റ്റർ ആണ്? ഇപ്പൊ ഫസ്റ്റ് ചാപ്റ്റർ ആയിരിക്കും നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലേ? മോഡേൺ കോൺസെപ്റ്റ് ഓഫ് ഹെൽത്ത്, ഫിസിക്കൽ ഫിറ്റ്നസ് ആൻഡ് വെൽനസ്. അതിന്റെ പ്രിന്റും കയ്യിലുണ്ടായിരിക്കണം. റെക്കോർഡ് ബുക്ക് അതിന്റെ ലൈൻസ് ഉള്ളതാണോ? അതിന്റെ PDF കൂടി ഇട്ടില്ലേ ക്ലാസ് തുടങ്ങുന്നതിന് മുന്നേ? ഒരുമിച്ചായി റെക്കോർഡ് ബുക്ക് എങ്ങനത്തെ വാങ്ങുന്നത്? എങ്ങനെയുള്ള റെക്കോർഡ് ബുക്കാണ് മാം വാങ്ങേണ്ടത്? ലൈൻ ഉള്ളതാണോ? നമ്മള് സാധാരണ എന്താണ് ഫിസിക്സ്, ബയോളജി, കെമിസ്ട്രി ഒക്കെ റെക്കോർഡ് ചെയ്തിരുന്നവര് പ്ലെയിൻ ബുക്കാണ്, ലൈൻസ് ഇല്ലാത്ത നോട്ട്ബുക്ക്, അതാണ് ഉദ്ദേശിക്കുന്നത്. അത് തന്നെ. ഇപ്പൊ അങ്ങനത്തെ വാങ്ങിക്കാൻ കഴിയാത്തവരാണെങ്കിൽ സാധാരണ ഒരു കോളേജ് ബുക്ക് മേടിച്ചാലും മതി. കമ്പനി ചെയ്യുന്നില്ല. ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആപ്പിനെ പറ്റി ഒന്ന് പറയുമോ? ക്ലാസ് റൂം, പ്ലേ സ്റ്റോറിൽ ക്ലാസ് റൂം എന്ന് പറയുന്ന ഒരു ആപ്പ് ഉണ്ട്, അത് ഡൗൺലോഡ് ചെയ്യാം. ഓക്കെ മാം, അതിൽ റെക്കോർഡഡ് ക്ലാസ്സസ് അവൈലബിൾ ആയിരിക്കും. ക്ലാസ് ഇപ്പൊ നമ്മൾ പറഞ്ഞ അസൈൻമെന്റ് ടോപ്പിക്സ് എല്ലാം അതിലായിരിക്കും സബ്മിറ്റ് ചെയ്യുന്നത്. പിന്നെ ആരോ ചോദിച്ചു ആക്ടിവിറ്റീസ് എങ്ങനെയാണ് ചെയ്യുന്നത് അല്ലേ? വർക്ക് ചെയ്യുന്നവർക്ക് ഇവിടെ ആക്ടിവിറ്റീസ് നമുക്ക് അത്ര വലിയ ആക്ടിവിറ്റീസ് ഒന്നുമില്ല. ഓക്കെ, എന്തെങ്കിലും ചാർട്ടിലോ ഒട്ടിക്കാനായിട്ടോ നമ്മളിപ്പോ ചെയ്യുന്ന എല്ലാ ആക്ടിവിറ്റീസും നിങ്ങൾ ട്രെയിനിങ്ങിന് പോകുമ്പോൾ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. ആ രീതിയിലുള്ള ആക്ടിവിറ്റീസ് ആണ് തരുന്നത്. ക്ലിയർ ആണോ? ഗൂഗിൾ ക്ലാസ് റൂം അല്ലേ ഡൗൺലോഡ് ചെയ്യേണ്ടത്? ഓക്കെ, ക്ലാസ് റൂം എന്തായിരുന്നു? റെക്കോർഡിംഗ് എന്തായിരുന്നു? റെക്കോർഡ് ഒരു മോഡൽ ഒന്ന് കാണിച്ചു തരാൻ പറ്റുമോ? എങ്ങനത്തെയാ വാങ്ങണ്ടേ എന്നുള്ളത് ജസ്റ്റ് ഒരു മോഡൽ കാണിച്ചു തരാൻ പറ്റുമോ? നെക്സ്റ്റ് ക്ലാസ്സിൽ കാണിച്ചു തരാം. എടുത്ത് വെച്ചിട്ടില്ല. എന്നിട്ട് വാങ്ങിയാ പോരെ? ജെറീന. ഓക്കെ, ജെറീന ഈ ടൈപ്പ് ആണോ? മീൻസ് ഇവിടെ വൺ സൈഡ് ലൈൻ ഉണ്ട്, മറ്റേ സൈഡ് ആ ടൈപ്പ് തന്നെ കേട്ടോ, ആ മോഡലാണ്. വൺ സൈഡ് ലൈൻ, വൺ സൈഡ് പ്ലെയിൻ. എന്തോ വൺ സൈഡ് ലൈൻ, വൺ സൈഡ് പ്ലെയിൻ ആണോ? അതെ. അതെ. മാം അതൊന്നുകൂടെ ഒന്ന് കാണിക്കാൻ പറയാമോ? മാം ആ ക്ലാസ് ഒന്ന് പറയാമോ? ഒന്ന് പറഞ്ഞു തരൂ. റെക്കോർഡ് ആ ക്ലാസ് ആ റെക്കോർഡ് ചെയ്യേണ്ട ഇൻസ്റ്റാൾ ചെയ്യേണ്ടതിന്റെ ഇതൊന്ന് പറയാമോ ഫുള്ള്? ക്ലാസ് റൂം ഗൂഗിൾ ക്ലാസ് റൂം ആണ് ഡൗൺലോഡ് ചെയ്യേണ്ടത്. ഗൂഗിൾ ക്ലാസ് റൂം അത് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ വാങ്ങിയാൽ മതി. എന്തായിരുന്നു? ഇപ്പൊ സാധാ ഒരു നോട്ടും ഒരു റെക്കോർഡ് ബുക്കും വാങ്ങിയാൽ മതി. മാഡം ക്ലിയർ ഇല്ല. എല്ലാവരും കൂടെ അൺമ്യൂട്ട് ചെയ്യുമ്പോ പ്ലീസ് മ്യൂട്ട് ചെയ്യൂ. പറയാം. ഓക്കെ, നാളെ നിങ്ങൾ ക്ലാസ് പ്ലീസ് മ്യൂട്ട് ചെയ്യൂ. ഒരു നോട്ട്ബുക്ക് കയ്യിലുണ്ടായിരിക്കണം. പറയാം. ഒരു നോട്ട്ബുക്ക് കയ്യിലുണ്ടായിരിക്കണം. അതേപോലെ തന്നെ ഫസ്റ്റ് ചാപ്റ്റർ ആയിരിക്കാം മേ ബി സ്റ്റാർട്ട് ചെയ്യുന്നത്. നിങ്ങൾ ഇൻഫോം ചെയ്യും. ആ ചാപ്റ്റർ എന്താണ് പ്രിന്റ് എടുത്ത് വെക്കണം. ഇത്രയും കാര്യങ്ങളാണ് നാളത്തെ ക്ലാസ്സിൽ ചെയ്യേണ്ടത്. അതേപോലെ തന്നെ ഒരു ആക്ഷൻ സോങ് പഠിച്ചും വരണം. ഓക്കെ, പിന്നെ എന്തായിരുന്നു? റെക്കോർഡ് ബുക്ക് നേരത്തെ കാണിച്ചില്ല. അതാരായിരുന്നു? ജെറീന. ഒന്നുകൂടി കാണിക്കാവോ? ജെറീന അല്ലായിരുന്നോ? പേര് മറന്നുപോയി. റെക്കോർഡ് ആരാ കാണിച്ചത്? ഒരു സൈഡ് പ്ലെയിൻ, ഒരു സൈഡ് റൂൾ ആയിട്ടുള്ളത്. അതെ. നോട്ട്ബുക്ക് ലൈൻസ് ഉള്ളത്, ലൈൻസ് ഇല്ലാത്ത അങ്ങനെയൊക്കെ ഉണ്ടോ? അങ്ങനെ ഒന്നുമില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നോട്ട്ബുക്ക് വാങ്ങിക്കാം. മാം, ഈ നോട്ട്ബുക്സും റെക്കോർഡ്സ് എല്ലാം ലാസ്റ്റ് സബ്മിറ്റ് ചെയ്യണം അങ്ങനെയൊന്നും ഇല്ലല്ലോ? ഇല്ലില്ല. അസൈൻമെന്റ് ആണ് നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടത്. നോട്ട്ബുക്കിൽ നമ്മൾ ജസ്റ്റ് ആക്ടിവിറ്റീസ് എഴുതാം, ലെക്ചർ നോട്ട്സ് എഴുതാം. ഇപ്പൊ ഒരു ആക്ടിവിറ്റി പറയുകയാണെങ്കിൽ അത് ടോപ്പിക് തന്നു കഴിഞ്ഞാൽ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ നിങ്ങൾ അത് നോട്ട്ബുക്കിലാണ് ചെയ്തുകൊണ്ട് വരേണ്ടത്. നമ്മൾ ഈ ക്ലാസ് ടൈമിൽ നമ്മളത് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ക്ലിയർ ആണോ? റെക്കോർഡ് ബുക്ക് എന്ത് ചെയ്യുന്നേ? അത് പറയാം. റെക്കോർഡിൽ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ പറയാം കേട്ടോ.
5 റെക്കോർഡ് ബുക്കുകൾ വേണോ? ഒരു മിനിറ്റ്, സ്പോക്കൺ ഇംഗ്ലീഷിന്റെ ക്ലാസ്സിൽ പ്രൊവൈഡ് ആണോ? ഒരു റെക്കോർഡ് ബുക്ക് വാങ്ങിയാൽ മതി. എന്തോ സ്പോക്കൺ ഇംഗ്ലീഷിന്റെ ക്ലാസ് അവിടെ നിന്ന് എടുക്കില്ലേ? എന്താണ് ക്ലിയർ ആയില്ല? സ്പോക്കൺ ഇംഗ്ലീഷ് ഇതിന്റെ കൂടെ ഉണ്ടാവോ? ക്ലാസ് ഉണ്ടാവോ? ഒരു ഇംഗ്ലീഷ് ക്ലാസ് ഉണ്ട്. ഓക്കെ, റെക്കോർഡ് ബുക്ക് തന്നെ വേണമെന്നുണ്ടോ? അതോ നോർമൽ ബുക്ക് മതിയായിരിക്കും? ഒരു റെക്കോർഡ് ബുക്ക് കിട്ടാത്തവരാണെങ്കിൽ കമ്പല് ചെയ്യുന്നില്ല, ഒരു സാധാരണ കോളേജ് ബുക്ക് ആയാലും മതി. നാളെ മുതൽ റെക്കോർഡ് ബുക്ക് ആവശ്യമുണ്ടോ? നാളെ മുതൽ ആവശ്യമില്ല. ഈ റെക്കോർഡൊക്കെ എങ്ങനെയാണ് സബ്മിറ്റ് ചെയ്യണ്ടേ? അതൊക്കെ പറയാം. അതൊക്കെ നിങ്ങൾക്ക് ക്ലാസ് റൂമിൽ ഇതിന്റെ ഡീറ്റെയിൽസ് അതെങ്ങനെയാണ് എങ്ങനെയാണ് സബ്മിറ്റ് ചെയ്യേണ്ടത് ക്ലാസ് റൂമിൽ വീഡിയോ ആയിട്ട് ഇടുന്നതായിരിക്കും, അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ ആ വീഡിയോ കണ്ടിട്ട് അതേ രീതിയിലായിരിക്കണം അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യേണ്ടത്. ക്ലിയർ ഇല്ല, ഒന്നും കൂടി പറയോ? ക്ലിയർ ആരൊക്കെയും അൺമ്യൂട്ട് ചെയ്തിട്ടില്ലേ? ഗൂഗിൾ ക്ലാസ് റൂം ഇല്ലേ? 2 to 1 ആയിരിക്കും ക്ലാസ് ടൈം കേട്ടോ. 12 മണി മുതൽ 1 മണി വരെ ആയിരിക്കും നിങ്ങളുടെ ക്ലാസ് റൂം. ഡെയിലി 1 hour ആണ് ക്ലാസ്. ഓക്കെ, ക്ലാസ് ഉള്ളത്. മാം ക്ലിയർ ആണ് മാം. ഈ ട്രെയിനിങ് പീരീഡ് ഏത് മാസമായിരിക്കും മാം? ട്രെയിനിങ് ക്ലാസ് ചെയ്തിട്ടല്ലേ ഉള്ളൂ. 1 year കോഴ്സ് അല്ലേ ഇത്? അതെ, ലാസ്റ്റ് ആയിരിക്കും ക്ലാസ് ഒക്കെ. തിയറി സെഷൻ ഒക്കെ കഴിഞ്ഞിട്ടായിരിക്കും പ്രാക്ടിക്കൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. ചോദിച്ചത് അപ്പൊ ഫെബ്രുവരി മാർച്ച് മാസമായിരിക്കോ? എല്ലാവരോടും മ്യൂട്ട് ചെയ്യാൻ പറയോ? ക്ലിയർ ഇല്ല പറയുന്നത്. ഓക്കെ. മ്യൂട്ട് ചെയ്യൂ പ്ലീസ്, മ്യൂട്ട് ചെയ്യൂ. എല്ലാവരും മ്യൂട്ട് ചെയ്യൂ. ഗോപിക മ്യൂട്ട് ചെയ്യൂ. ഓക്കെ മാം, ചോദിച്ചൊരു ഡൗട്ടാണ്. ഫെബ്രുവരി മാർച്ച് മാസമായിരിക്കും, അത് വെക്കേഷൻ ടൈം ആയിരിക്കും അല്ലേ? ഓക്കെ, വെക്കേഷൻ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ട്രെയിനിങ് എടുക്കാവുന്നതാണ്. ഓക്കെ മാം, ഞാൻ ബാംഗ്ലൂരാണ് ഉള്ളത്. അപ്പൊ ഇവിടുത്തെ സ്കൂളില് ഞാൻ സെലക്ട് ചെയ്ത് വെച്ചാൽ നിങ്ങൾ വിളിക്കും, എങ്ങനെയാ ഒന്ന് പറഞ്ഞു? നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്കൂൾ സെലക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഒരു ഓഫർ ലെറ്റർ ഓഫീസിൽ നിന്ന് അയച്ചു തരുന്നതായിരിക്കും. ഓക്കെ, അത് കാണിച്ചാൽ മതി. ഓക്കെ, ഓക്കെ, എന്തായിരുന്നു പേരെന്തായിരുന്നു? ഇപ്പൊ നിലവിൽ നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ട്രെയിനിങ് നിർബന്ധമാണ്. ട്രെയിനിങ് നിർബന്ധമല്ല. ഓക്കെ, ട്രെയിനിങ് കമ്പൽസറി അല്ല. പക്ഷെ നിങ്ങൾക്ക് എന്താണ് നമ്മൾ ഈ പഠിച്ച എന്താണ് തിയറി നോളജ് എല്ലാം ഒന്ന് അപ്ലൈ ചെയ്യണ്ടേ? കുട്ടികൾ എങ്ങനെ ക്ലാസ് റൂമിൽ ഫസ്റ്റ് തന്നെ നിങ്ങൾക്ക് ഒരു ജോലി കിട്ടിയാൽ എന്താണ് ഫസ്റ്റ് തന്നെ കുട്ടികളെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ള നോളജ് വേണ്ടേ? അപ്പൊ അതിനാണ് ഈ ട്രെയിനിങ് സെഷൻ നിങ്ങളെ ഉപയോഗപ്പെടുത്തുന്നത്. ഓക്കെ, ഉപയോഗപ്പെടുത്തേണ്ടത്. അതേപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു, നല്ല റെക്കോർഡ് ചെയ്യുകയാണെങ്കിൽ എന്താണ് അവിടെ തന്നെ നിങ്ങൾക്ക് പ്ലേസ്മെന്റ് കിട്ടുന്നതാണ്. എന്താണ് റെനി? റെക്കോർഡ് ബുക്ക് ഓക്കെ, നാളത്തെ ക്ലാസ്സിൽ കാണിച്ചു തരാടാ, മതിയോ? ഓക്കെ മാം, സാറ്റർഡേ സൺഡേ ക്ലാസ് ഉണ്ടോ? അപ്ലോഡ് ചെയ്യുമോ? മേഡം ചെയ്യാൻ അല്ല മേഡം ചെയ്യാനുള്ള ആക്ടിവിറ്റീസ് ഒക്കെ മേഡം പറയില്ല, അതിനുശേഷം നമ്മൾ അതെങ്ങനെയല്ലേ ചെയ്യണ്ടേ? ക്ലാസ് റൂമിൽ ഉണ്ടായിരിക്കും, എല്ലാ ആക്ടിവിറ്റീസും ക്ലാസ് റൂമിൽ ഉണ്ടായിരിക്കും. ഓക്കെ, ആയിക്കോട്ടെ. നമ്മള് ഓൺലൈൻ ജോലിക്ക് പോകുമ്പോൾ ആക്ടിവിറ്റീസ് എങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്? റെക്കോർഡ് ക്ലാസ് ആയിരിക്കില്ലേ കൂടുതൽ കാണുന്നത്? അതെ തന്നെ, ജോലി ചെയ്യുന്നവരൊക്കെ റെക്കോർഡ് ക്ലാസ് ആണ് കൂടുതൽ കാണുന്നത്. അപ്പൊ അവർക്ക് വേണ്ടി കൂടി എന്താണ് ഈ ആക്ടിവിറ്റീസ് ഒക്കെ നമ്മൾ ക്ലാസ് റൂമിൽ കൊടുക്കുന്നതായിരിക്കും. ക്ലിയർ ആണോ? ക്ലാസ്സിൽ വരുമ്പോ എന്താണ് ഇതിന്റെ പ്രിന്റ് കയ്യിലുണ്ടായിരിക്കണം. അതേപോലെ തന്നെ ഒരു നോട്ട്ബുക്ക് കയ്യിലുണ്ടായിരിക്കണം. ഇപ്പൊ നമ്മളിപ്പോ ഒരു ടീച്ചേഴ്സിന്റെ ക്വാളിറ്റി ചോദിച്ചില്ല, അപ്പൊ എല്ലാവരും അവരുടെ ഒപ്പീനിയൻ ഷെയർ ചെയ്തില്ലേ? എക്സ്പീരിയൻസ് ഒക്കെ ഷെയർ ചെയ്തില്ലേ? അതേ രീതിയിലായിരിക്കും ക്ലാസ് മുന്നോട്ട് പോകുന്നത്. അപ്പൊ എല്ലാവരും കൂടി ഒരുമിച്ച് അൺമ്യൂട്ട് ചെയ്താൽ എന്താണ് എല്ലാവർക്കും ഡിസ്റ്റർബൻസ് ആവും. ഓക്കെ, അപ്പൊ ഓരോരുത്തരുടെ ചാൻസ് അനുസരിച്ച് ഓരോരുത്തരായിട്ട് അൺമ്യൂട്ട് ചെയ്ത് വേണം റിപ്ലൈ തരാനായിട്ട്. ക്ലിയർ ആണോ? എല്ലാവരും കൂടി ദൈവത്തോട് ഒരുമിച്ച് അൺമ്യൂട്ട് ചെയ്യരുത് പ്ലീസ്. ഓക്കെ മിസ്, ഒരു കാര്യം കൂടെ, നമ്മുടെ ഈ സർട്ടിഫിക്കറ്റ് ഗവൺമെന്റ് സർട്ടിഫിക്കറ്റ് ആണോ? അപ്രൂവ്ഡ് സർട്ടിഫിക്കറ്റ് ആണോ? ക്ലിയർ ആണ്? കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ? ഞാൻ ക്ലാസ് വൈൻഡപ്പ് ചെയ്തോട്ടെ? അപ്പൊ നാളെ മുതൽ എന്താണ് എല്ലാവരും മസ്റ്റായിട്ടും ഇതിന്റെ പ്രിന്റ് എടുത്ത് വെക്കണം. ഒരു ആക്ഷൻ സോങ് പഠിച്ചിരിക്കണം. ഒരു കാര്യം മറന്നു പോകരുത്, എന്താണ് ഒരു 20+ ആക്ഷൻ സോങ് എങ്കിലും എല്ലാവരും നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം.
അപ്പൊ നാളെ ഇന്ന് തന്നെ ഒരെണ്ണം എന്തായാലും പഠിച്ചിരിക്കണം. നാളത്തെ ക്ലാസ്സിൽ എന്തായാലും ചോദിക്കുന്നതാണ്. ഓക്കെ, ഒബ്ജക്റ്റീവ് മാം ഇന്ന് PDF ഉണ്ടോ? ആ PDF ഇടുന്നതാണ്. ഓക്കെ, ഞാൻ ക്ലാസ് വൈൻഡപ്പ് ചെയ്തോട്ടെ? നമ്മൾ പ്രിന്റ് ചെയ്തെടുക്കണം അല്ലെ? പ്രിന്റ് ചെയ്യാം അല്ലെ? PDF ഇടുമല്ലോ. PDF ആണ്. ആ PDF ക്ലാസ് ഉണ്ടായിരിക്കും. ഓക്കെ, ക്ലാസ് റൂമില് PDF അയക്കുന്നതാണ്. അത് നമ്മൾ പ്രിന്റ് ചെയ്യണം, പ്രിന്റ് എടുക്കണം അല്ലേ? മാം ഇത് ഗവൺമെന്റ് ജോബിന് അപ്ലൈ ചെയ്യാൻ പറ്റുമോ? ഇത് ഈ ക്വാളിഫിക്കേഷൻ വെച്ചിട്ട് ഇപ്പൊ LP പോലുള്ളത് നമുക്ക് PSC അപ്രൂവൽ എഴുതാൻ പറ്റും. പറ്റും. ഞാൻ മ്യൂട്ട് ചെയ്തോട്ടെ? സോറി, ഓക്കെ, താങ്ക് യു മാം.